ാമത്തെ ആയത്തുകളിൽ അള്ളാഹു സംസാരിക്കുന്നത് റമദാനിന്റെ നോമ്പുമായി ബന്ധപ്പെട്ട അഹ്കാമുകളെ കുറിച്ചാണ്. വഹിലലക്കും ലൈലത്ത സുയാമിർ റഫത്തു ഇലാ നിസാഇക്കും ഹുന്ന ലിബാസുൽ ലക്കും വഅൻതും ലിബാസുൽ ലഹുൻ എന്നൊക്കെ പറഞ്ഞ് റമദാൻ മാസത്തിന്റെ രാത്രികളിൽ നിങ്ങൾക്ക് നിങ്ങൾ സ്ത്രീകളെ പ്രാപിക്കാമെന്ന് തുടങ്ങുന്ന സംഗതികളാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. 185 ആയത്തിൽ റമദാൻ മാസത്തിന്റെ പ്രത്യേകതയും 187 ആയത്തിൽ ആ മാസത്തിലെ കർമ്മവുമായി ബന്ധപ്പെട്ട അഹ്കാമുകളും ഫിഖ്ഹുകളും പറയുമ്പോൾ 186 ആയത്തിൽ എന്താണ് അള്ളാഹു പറഞ്ഞത്? അതൊരു ചോദ്യമല്ലേ? റമദാനിനെ കുറിച്ച് പറഞ്ഞ ഈ 2 ആയത്തുകൾക്കിടയിൽ ഒരു ഡിഫറന്റായ, ഒരു വ്യത്യസ്തമായ ഒരു സബ്ജക്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വെക്കുന്നു. സഹോദരങ്ങളെ, സഹോദരന്മാരെ, പരിശുദ്ധ ഖുർആനിന്റെ ഒരു വാക്ക് പോലും യാദൃച്ഛികമല്ല. ആക്സിഡന്റലി പറഞ്ഞു പോകുന്ന ഒരു വാക്കും പരിശുദ്ധ ഖുർആനിലില്ല. അതിന്റെ ഓരോ വാക്കുകളും ഓരോ അക്ഷരങ്ങളും ഓരോ ക്രമങ്ങളുമെല്ലാം വളരെ കൃത്യമായി സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിന്റെ കൃത്യമായ പ്ലാനുകൾ പ്രകാരമുള്ളതാണ്. 186 ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാൻ, وَإِذَا سَأَلَكَ عِبَادِي عَنِّي فَإِنِّي قَرِيبٌ أُجِيبُ دَعْوَةَ الدَّاعِ إِذَا دَعَانِ فَلْيَسْتَجِيبُوا لِي وَلْيُؤْمِنُوا بِي لَعَلَّهُمْ يَرْشُدُونَ. പരിശുദ്ധ റമദാൻ മാസത്തിൽ നമ്മൾ നടത്തേണ്ട ഒന്നാമത്തെ ഒരുക്കമാണിത്. وَإِذَا سَأَلَكَ عِبَادِي عَنِّي, നബിയെ, എന്റെ അടിമകൾ എന്നെ കുറിച്ച് അങ്ങയോട് ചോദിക്കുമ്പോ അവരോട് പറഞ്ഞു കൊടുക്കണം, അവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം. ഫഇന്നീ ഖരീബ്, ഞാൻ വിദൂരതയിലുള്ളവനല്ല, ഞാൻ വിളി കേൾക്കാത്ത അവസ്ഥയിലുള്ളവനല്ല. ഫഇന്നീ ഖരീബ്, ഞാൻ സമീപസ്ഥനാണ്, ഞാൻ അവരെ കാണുന്നു, കേൾക്കുന്നു, അറിയുന്നു, മനസ്സിലാക്കുന്നു. ഉജീബു ദഅവത ദാഇ ഇദാ ദഅാൻ, നിങ്ങളൊരു പ്രാർത്ഥന നടത്തുമ്പോ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകാൻ ഞാൻ ഇവിടെയുണ്ട്. നിങ്ങളുടെ വേദനകൾ കാണാൻ ഞാൻ ഇവിടെയുണ്ട്. നിങ്ങളുടെ പ്രയാസങ്ങൾ കാണാൻ ഞാൻ ഇവിടെയുണ്ട്. നിങ്ങളുടെ വ്യസനങ്ങൾ കാണാൻ ഞാൻ ഇവിടെയുണ്ട്. നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഞാൻ ഇവിടെയുണ്ട്. നിങ്ങളുടെ കടങ്ങൾക്ക് പരിഹാരം കാണാൻ ഞാൻ ഇവിടെയുണ്ട്. നിങ്ങളുടെ രോഗങ്ങൾക്ക് ശമനം നൽകാൻ ഞാൻ ഇവിടെയുണ്ട്. നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് മറുപടി നൽകാൻ, അതിന് പരിഹാരം നൽകാൻ ഞാൻ ഇവിടെയുണ്ട്. ഫല്യസ്തജീബൂ ലി, അതുകൊണ്ട് അവരെനിക്ക് ഉത്തരം നൽകട്ടെ. വൽയുഅ്മിനൂ ബി, എന്നിൽ അവർ വിശ്വസിക്കുകയും ചെയ്യട്ടെ. ലഅല്ലഹും യർഷുദൂൻ, നേരായ മാർഗം പ്രാപിക്കാനുള്ള ഒരേ ഒരു മാർഗം അത് മാത്രമാണ്. ഇതാണ് റമദാൻ മാസത്തിൽ നമ്മൾ നടത്തേണ്ട ഒന്നാമത്തെ ഒരുക്കം. അള്ളാഹുവുമായി ഒരു ബന്ധം ഉണ്ടാക്കിയെടുക്കുക, പടച്ച റബ്ബുമായി ഒരു ബന്ധം ഉണ്ടാക്കിയെടുക്കുക. ജീവിതത്തിൽ ഏതൊക്കെ സാഹചര്യത്തിൽ ഞാൻ എത്തിയാലും എന്റെ റബ്ബ് എന്റെ കൂടെയുണ്ട് എന്ന അടിയുറച്ച വിശ്വാസം മനസ്സിനെയും മനസ്സാക്ഷിയെയും ആവർത്തിച്ച് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കുക എന്നതാണ് പരിശുദ്ധ റമദാൻ മാസം വരുന്നതിന്റെ മുന്നേയുള്ള ഒന്നാമത്തെ ഒരുക്കം എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഏത് പ്രതിസന്ധിയും പ്രിയപ്പെട്ടവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിലൂടെ നമ്മൾ ചിലത് പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു എന്നതാണ്. കഴിഞ്ഞ വർഷം റമദാൻ മാസത്തിൽ അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് മസ്ജിദുൽ ഹറാമിൽ ഇത്തികാഫ് ഇരിക്കാൻ സാധിച്ചു. അത് പറയാൻ വേണ്ടിയിട്ടല്ല പറയുന്നത്. ഇത്തികാഫ് തീരുന്ന അവസാനത്തെ ദിവസം അസർ നമസ്കാരം കഴിഞ്ഞ് ക്ഷീണം കൊണ്ട് കുറച്ചവിടെ കിടന്നു. അപ്പൊ അനുജനുണ്ടായിരുന്നു കൂടെ. അവൻ വന്നിട്ട് വിളിച്ചുണർത്തിയിട്ട് പറഞ്ഞു, ഒരു പൗച്ചിന്റെ ഉള്ളിൽ എന്റെയും അവന്റെയും പാസ്പോർട്ടുകളും പിന്നെ വിസ കോപ്പിയും അതുപോലെ കുറച്ച് പൈസയുമെല്ലാം ഒരു പൗച്ചിന്റെ ഉള്ളിലായിരുന്നു. അവനത് വുദൂ ചെയ്യാൻ വേണ്ടിയിട്ട് ആ തിട്ടിന്റെ മേലെ വെച്ചു. വുദൂ ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് എടുക്കാൻ മറന്നുപോയി. നിസ്കരിച്ചു തിരിച്ചു വരുമ്പോൾ അത് കാണാനില്ല. പാസ്പോർട്ടും കാണാനില്ല, അത്യാവശ്യം നല്ലൊരു എമൗണ്ടും കാണാനില്ല. ആകെ വിയർത്ത് കുളിച്ചു. മാസം കാണോ ഇല്ലയോ എന്ന് സംശയിച്ച് നിൽക്കുന്ന ദിവസമാണ്. മഗ്‌രിബ് ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ മാസം കണ്ടു കഴിഞ്ഞാൽ ആളുകൾ പോകാൻ തുടങ്ങും, ഇത്തികാഫ് തീരും. എന്ത് ചെയ്യണമെന്നറിയില്ല. ലോസ് ആൻഡ് ഫൗണ്ടിലൊക്കെ പോയി. പിന്നെ ലോസ് ആൻഡ് ഫൗണ്ടിന്റെ അവിടെ പോകുമ്പോ വലിയ നീണ്ട ക്യൂ ആണ്. 50-60 ആളുകളൊക്കെ ക്യൂ നിൽക്കുകയാണ്. എവിടെയാണ് പോയിട്ട് അന്വേഷിക്കുക? ഒരു ഐഡിയയിൽ ഒരു പിടുത്തും കിട്ടുന്നില്ല. അവസാന കൂട്ടത്തിലുള്ള ഒരാൾ പറഞ്ഞു,
നമുക്കൊരു കാര്യം ചെയ്യാം, എവിടെ നിന്നാണോ അത് പോയത് അവിടെ പോവാം, എന്നിട്ട് അവിടെ പോയി നിന്ന് നോക്കാം, എന്തെങ്കിലും ഒരു പരിഹാരം ചിലപ്പോൾ ഉണ്ടാവുന്നു. അങ്ങനെ നമ്മൾ അവിടെ പോയി നിന്നു. അവിടെ ഇങ്ങനെ കുറച്ചൊക്കെ അവിടെ ഒരുപാട് നേരം തെരഞ്ഞതാണ്, പക്ഷെ അവിടുന്ന് കുറച്ചു നേരമൊക്കെ തെരഞ്ഞു നോക്കി, ഒന്നും കണ്ടില്ല. പെട്ടെന്ന് ഒരു അഫ്ഗാനി അദ്ദേഹം പെട്ടെന്ന് വന്നിട്ട് എന്റെ നെഞ്ചത്തേക്ക് ഒറ്റയടി അങ്ങോട്ട് അടിച്ചു. നല്ല ശക്തിയിലൊരടി. അഫ്ഗാനികളെ ഒരു ഊക്ക് നിങ്ങൾക്കറിയാലോ, ഒറ്റയടി അങ്ങോട്ട് അടിച്ചു നെഞ്ചത്ത്. ആകെ ഷോക്കായിപ്പോയി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം നന്നായിട്ട് ശകാരിച്ചു, നല്ല ചീത്ത പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, നിങ്ങളെ പൈസ ഹലാലായോണ്ടായിരിക്കും ചിലപ്പോ എന്റെ കയ്യിൽ അത് കിട്ടിയിട്ടുണ്ടാവുക. നോക്ക് നിങ്ങൾ, അദ്ദേഹം ഈ അനുജനത് അവിടെ വെച്ച് മറന്നു പോയ ഉടനെ അദ്ദേഹം വന്നു, അദ്ദേഹത്തിന്റെ കണ്ണിൽ അത് പൊട്ടു, അദ്ദേഹം അത് എടുത്തു വെച്ചു. എന്നിട്ട് അദ്ദേഹം ആ പൗച്ച് തുറന്നു. അതിന്റെ ഉള്ളില് ഡോക്യുമെന്റ്സ് ഒക്കെ നോക്കി, കോണ്ടാക്ട് നമ്പർ ഒന്നും അതിൽ വെച്ചിട്ടില്ല, ഡോക്യുമെന്റ്സ് ഒക്കെ നോക്കി. അതിലെ പാസ്പോർട്ടിലെ ഫോട്ടോ കണ്ടിട്ടാണ് മൂപ്പരെന്നെ തിരിച്ചറിഞ്ഞത്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളെയും അയാളെയും ആ ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂട്ടാണ്. ഇതെന്തിനായിരിക്കും ഈ സംഭവം പഠിച്ചവൻ അന്നേരം ഉണ്ടാക്കിയിട്ടുണ്ടാവുക? അത്രയും ദിവസം അവിടെ ഇരുന്ന്, അത്രയും ദിവസം ഇബാദത്ത് ചെയ്ത്, അത്രയും ദിവസം ദുആ ചെയ്ത്, ഖുർആൻ ഓതി, അവസാനം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു പ്രതിസന്ധി എന്തിനായിരിക്കും സൃഷ്ടിച്ചിട്ടുണ്ടാവുക? അതൊരു മെസ്സേജാണ് യഥാർത്ഥത്തിൽ. നിങ്ങൾ വിചാരിക്കും ഒരു പരിഹാരവും ഇല്ല, നിങ്ങൾ വിചാരിക്കും എല്ലാം തീർന്നു പൊട്ടു അവസാനിച്ചെന്ന് നിങ്ങൾ വിചാരിക്കും. പക്ഷെ നിങ്ങൾ ഒരിക്കലും വിചാരിക്കാത്ത രീതിയിൽ അള്ളാഹുവിന്റെ പരിഹാരങ്ങൾ നിങ്ങളെ തേടി വരും എന്നൊരു വലിയ മെസ്സേജായിരുന്നു അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ദിവസം ഞങ്ങൾക്ക് പഠിപ്പിച്ചത്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പരിശുദ്ധ ഖുർആൻ വായിക്ക്. പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ എത്ര ചരിത്രങ്ങളാണ്. യഥാർത്ഥത്തിൽ പരിഹാരങ്ങളെക്കുറിച്ച് മാത്രമാണ് നമ്മൾ കേൾക്കാറുള്ളത്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മുന്നിൽ ചെങ്കടൽ രണ്ടായി പിളർന്ന് മാറിക്കൊടുത്ത് വഴി കൊടുത്ത ചരിത്രം മാത്രമേ നമ്മൾ കേട്ടിട്ടുള്ളൂ. പക്ഷെ ആ ചെങ്കടലിന്റെ മുന്നിൽ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം നിൽക്കുന്ന ഒരു രംഗമുണ്ട്. ഇനി എന്ത് എന്നറിയാതെ, ഇനി എന്താണ് പരിഹാരം എന്നറിയാതെ, കഴുത്തറുത്ത് കൊല്ലുന്നതിനു വേണ്ടി ഭ്രാന്ത് പിടിച്ചു വരുന്ന ഫിറഔനിന്റെയും പടയാളികളുടെയും മുന്നിൽ ഈ ചെങ്കടലിൽ ചാടി മരിക്കെ എന്ത് ചെയ്യുമെന്നറിയാതെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കൂട്ടത്തിൽപ്പെട്ട ആളുകൾ ഇന്നാല മുദ്രക്കു, നമ്മൾ കുടുങ്ങി, നമ്മൾ പിടിക്കപ്പെട്ടു, നമ്മൾ അവസാനിച്ചു എന്ന് പറഞ്ഞപ്പോ ആ പ്രവാചകൻ, ആ നബി അവരോട് പറഞ്ഞൊരു വാക്കുണ്ട്, ഖലകല്ല ഇന്ന മഈ റബ്ബി സയഹ്ദീൻ. കല്ല ഇന്ന മഈ റബ്ബി സയഹ്ദീൻ. മുണ്ടരുത് നിങ്ങൾ. ഇന്ന മഈ റബ്ബി സയഹ്ദീൻ. എന്റെ കൂടെ എന്റെ റബ്ബുണ്ട്, അവൻ എനിക്ക് വഴി കാണിച്ചു തരുമെന്ന് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. മൂസാ നബിയോട് ചോദിക്കാണ്, എന്താണ് വഴി? അറിയില്ല. എന്താണ് മാർഗം? അറിയില്ല. പിന്നോട്ടോട് രക്ഷപ്പെടാൻ കഴിയോ? ഇല്ല. ആ ബാലചൂടം വരുന്ന ഫിറഔനിന്റെ പടയാളികൾ കൊന്നു കൊലവിളിക്കാൻ വരികയാണ്. മുന്നോട്ടോട് രക്ഷപ്പെടാൻ കഴിയോ? എവിടേക്കാണ് പോവാ? ചെങ്കടലിന്റെ തിരമാലകൾ വെറിച്ച് നീന്തിക്കടന്ന് രക്ഷപ്പെടാൻ കഴിയോ? അതുമില്ല. മരണം മാത്രമാണ് മുന്നിൽ കാണുന്നത്. അപ്പോഴാണ് അള്ളാഹുവിന്റെ ഇടപെടൽ ഉണ്ടാകുന്നത്. മുസാ ഇദ്രിബ് ബിഅസാകൽ ബഹർ, നിന്റെ കയ്യിലുള്ള വടി കൊണ്ട് ആ കടലിന്റെ മുകളിലേക്കൊന്നടിക്കുക. എന്താ, കടലിന്റെ വടി കൊണ്ടടിക്കാതെ അള്ളാഹ്ക്ക് കടലിനെ പിളർത്താൻ അറിയില്ലേ? നമ്മുടെ ഭാഗത്തുനിന്നുള്ളൊരു ശ്രമം, നമ്മുടെ ഭാഗത്തുനിന്നുള്ളൊരു സബബ്, നമ്മുടെ ഭാഗത്തുനിന്നുള്ളൊരു പരിശ്രമം, പ്രിയപ്പെട്ടവരെ, അത് മാത്രമാണ് അള്ളാഹു ആവശ്യപ്പെടുന്നത്. കാര്യങ്ങൾ പരിഹരിക്കുന്നതും കാര്യങ്ങൾ നേടിയെടുക്കുന്നതും ഒരിക്കലും നമ്മളല്ല, അള്ളാഹുവാണ്. അതുകൊണ്ട് നമ്മൾ റമദാൻ മാസം വരുന്നതിന്റെ മുന്നേ വളരെ പ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ വിഷയം, എന്റെ കൂടെ ഏത് പ്രതിസന്ധിയിലും എന്റെ റബ്ബുണ്ട് എന്ന് മാത്രമല്ല, എന്റെ റബ്ബ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നുകൂടി മനസ്സിലാക്കുന്നിടത്താണ് നമ്മുടെ ജീവിതത്തെ ഏറ്റവും വലിയ വിജയം ആരംഭിക്കുന്നത്. പരിശുദ്ധ ഖുർആനിൽ എത്ര സ്ഥലങ്ങളിലാണ് അള്ളാഹു വൈകാരികമായി ഒരു ബന്ധത്തെക്കുറിച്ച് സംസാരിച്ചിട്ടുള്ളത്. സൂറത്തുൽ ഖാഫിൽ അള്ളാഹു പറഞ്ഞില്ലേ, വലഖദ് ഖലഖനൽ ഇൻസാൻ വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സുഹു വനഹ്നു അഖറബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്. നാമാണ് മനുഷ്യനെ പടച്ചത്. അഭിമാനത്തോടെ അള്ളാഹു പറയാണ്, നാമാണ് മനുഷ്യനെ പടച്ചത്, അവനെ സൃഷ്ടിച്ചത് നാമാണ്. വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സു, അവന്റെ ഹൃദയങ്ങൾ മന്ത്രിക്കുന്നത്, അവന്റെ ഉള്ളകം മന്ത്രിക്കുന്നത്, അവന്റെ മനസ്സ് മന്ത്രിക്കുന്നത് അറിയുന്നവൻ നാമാണ്. വനഹ്നു അഖറബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്, അവന്റെ കണ്ഠനാടിയേക്കാളടുത്ത, അവന്റെ ജീവനാടിയേക്കാളടുത്ത അവന്റെ സന്തത സഹചാരിയും നാമാണ്. അമ്മൻ യുജീബുൽ മുൽത്തറ ഇദാ ദഅ فيكشف السوء ويجعل لكم خلفاء الأرض أإله مع الله أمن يجيب المضطر إذا دعا. പ്രയാസപ്പെടുന്നവൻ പ്രയാസത്തിൽപ്പെട്ട് ഉഴന്നുകൊണ്ട് വിളിക്കുമ്പോ
അവന്റെ വിളിക്കുത്തരം നൽകുന്നവൻ ഞാനല്ലാതെ മറ്റാരാണ്? അല്ലാഹു അല്ലാതെ അവന് പുറമേയുള്ള ഇലാഹുകൾ നിങ്ങൾക്കുണ്ടോ? അലൈസല്ലാഹു ബികാഫിൻ അബദ, അല്ലാഹുവിന്റെ അടിമക്കവൻ മതിയായവനല്ലേ. എത്ര ആയത്തുകളിലൂടെ എത്ര സുന്ദരമായിട്ടാണ് പ്രിയപ്പെട്ടവരെ പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മോട് ഈ വൈകാരികതയെക്കുറിച്ച് ഓർമ്മിപ്പിച്ചിട്ടുള്ളത്, ഈ ബന്ധത്തെക്കുറിച്ച് ഓർമ്മിപ്പിച്ചിട്ടുള്ളത്. ഈ റമദാൻ വരുന്നതിന്റെ മുന്നേ നമ്മൾ മനസ്സിലാക്കേണ്ട, നമ്മൾ നടത്തേണ്ട ഒന്നാമത്തെ ഒരുക്കമെന്ന് പറയുന്നത് എന്റെ പ്രിയപ്പെട്ടവരെ അല്ലാഹുമായുള്ള ബന്ധം ദൃഢപ്പെടുത്തുക എന്നതാണ്. അവനിലേക്ക് മടങ്ങാൻ, അവനോട് പറയാൻ, അവനോട് കരയാൻ, അവനോട് സങ്കടം പറയാൻ എല്ലാം നമ്മൾ ചെയ്യാറുണ്ട്. ഭൗതികമായ പരിഹാരങ്ങൾക്ക് പിറകെ മെനക്കെട്ട് നമ്മൾ പോകാറുണ്ട്. പക്ഷേ കൺമുന്നിലുള്ള പരിഹാരം ഒരിക്കലും കാണാൻ നമ്മൾ ശ്രമിക്കാറില്ല. ജീവനാടിയേക്കാൾ അടുത്ത പടച്ച റബ്ബ് എല്ലാറ്റിനും പരിഹാരം നൽകാം, നിങ്ങൾ എന്നോട് ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞ് ചോദിക്കാൻ നമുക്ക് സമയമില്ല. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു വാക്കുകളിൽ, സംസാരത്തിൽ നമുക്ക് കാണാം, ഏറ്റവും വലിയ തൗഫീഖ് എന്ന് പറയുന്നത്, ഒരാൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് അയാളുടെ പ്രശ്നങ്ങൾ അല്ലാഹുവിനോട് പറയാനുള്ള മനസ്സും അവസരവും അയാൾക്കുണ്ടാകുക എന്നതാണ്. അദ്ദേഹം പറഞ്ഞു, അള്ളാഹു ഉത്തരം നൽകോ ഇല്ല എന്ന കാര്യത്തിൽ എനിക്കൊരു പേടിയില്ല, ടെൻഷനും ഇല്ല. എന്റെ ടെൻഷൻ, എന്റെ ബേജാർ, എന്റെ പേടി അള്ളാഹുവിനോട് ദുആ ചെയ്യാനുള്ള അവസരം എനിക്ക് കിട്ടോ ഇല്ല എന്ന വിഷയത്തിൽ മാത്രമേ എനിക്ക് ബേജാറുള്ളൂ. നമുക്ക് ആ വിഷയത്തിൽ ബേജാറില്ല. അള്ളാഹുവിനോട് ചോദിക്കാൻ അവസരം കിട്ടോ ഇല്ലയോ, നമ്മൾ ചോദിക്കുന്നുണ്ടോ? ഇല്ല. ദുആ ചെയ്യണ്ടോ? ഇല്ല. പക്ഷെ അതിൽ ബേജാറുണ്ടോ? ഇല്ല. പിന്നെ നമുക്കുള്ള ബേജാർ എന്താണ്? ഞാൻ ഒന്ന് രണ്ടിട്ട് ചോദിച്ചിട്ടുണ്ട്, അത് കിട്ടിയിട്ടില്ല, അതുകൊണ്ട് ഇനി ദ്വാരക്കുന്നുമില്ല. ഇതാണ് നമ്മുടെ നിലപാട്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവുമായുള്ള ബന്ധം ദൃഢപ്പെടുത്തുക. ആ ബന്ധം ദൃഢപ്പെടുത്താനുള്ള ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് അള്ളാഹുവിനോട് നമ്മെക്കുറിച്ചുള്ള ഏറ്റവും വലിയ ഇഷ്ടമുണ്ടാകുന്ന, സ്നേഹമുണ്ടാകുന്ന, നമ്മോട് വൈകാരികമായ അടുപ്പമുണ്ടാകുന്ന ഒരു കർമ്മത്തെക്കുറിച്ച് പരിശുദ്ധ ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഏതായിരിക്കും ആ കർമ്മം? നിങ്ങൾ ആലോചിച്ച് നോക്ക്. അള്ളാഹുവിന് നമ്മോട് അങ്ങേയറ്റം ഇഷ്ടമുണ്ടാവാണ്, അങ്ങേറ്റം സ്നേഹം ഉണ്ടാവാണ്, നമ്മളെക്കുറിച്ച് അതിരറ്റ അല്ലാഹു സുബ്ഹാനഹു വ തആല സന്തോഷിക്കാണ്. ഏതായിരിക്കും ആ കർമ്മം? ഏതായിരിക്കും ആ അമൽ? പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഒരടിമ അല്ലാഹുവിലേക്ക് തൗബ ചെയ്തു മടങ്ങുമ്പോൾ അല്ലാഹുവിനുണ്ടാകുന്ന സന്തോഷം എന്ന് പറയുന്നത് മരുഭൂമിയുടെ മധ്യത്തിൽ ചുട്ടുപൊള്ളുന്ന മണലാരുണ്യത്തിൽ ഒരു ഒട്ടകത്തെ നഷ്ടപ്പെട്ട് മരണത്തെ പ്രതീക്ഷിച്ചു കിടക്കുന്ന ഒരു മനുഷ്യന് ആ ഒട്ടകത്തെ തിരിച്ചു കിട്ടുമ്പോൾ തന്റെ ജീവൻ തിരിച്ചു കിട്ടി എന്ന നിലയിൽ അയാൾക്ക് എത്രമാത്രം സന്തോഷമുണ്ടാകുമോ അതിനേക്കാൾ എത്രയോ വലുതാണ് അള്ളാഹുവിന്റെ ഒരു അടിമ അവനിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുമ്പോ അള്ളാഹുവിനുണ്ടാകുന്ന സന്തോഷമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞിരുന്നു. ഇബ്ലീസും മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസം അതാണ്. ഇബ്ലീസിനോട് അള്ളാഹു സുബ്ഹാനഹു വ തആല ആദം നബിക്ക് സുജൂദ് ചെയ്യാൻ കൽപ്പിച്ചു, സുജൂദ് ചെയ്തില്ല. അള്ളാഹ്ക്ക് ദേഷ്യം വന്നു, ചോദിച്ചു, ഇബ്ലീസ് എന്തുകൊണ്ടാണ് ഞാൻ കൽപ്പിച്ചപ്പോ നീ സുജൂദ് ചെയ്യാതിരുന്നത്? ഇബ്ലീസ് മറുപടി പറഞ്ഞു, അന ഖൈറും മിൻ, ഞാൻ അവനേക്കാൾ നല്ലവനാണ്. ഖലഖതനി മിൻ നാരി വ ഖലഖതഹു മിൻ തീൻ, അവനെ നീ മണ്ണ് കൊണ്ടാണ് പടച്ചത്, എന്നെ നീ തീ കൊണ്ടാണ് പടച്ചത് എന്ന് ഇബ്ലീസ് അതിന് ന്യായം പറഞ്ഞു. ചെയ്ത തെറ്റിന് ന്യായം പറഞ്ഞു ഇബ്ലീസ്. അള്ളാഹു ചോദിച്ചപ്പോ അതിനെ ന്യായീകരിക്കുകയാണ് ചെയ്തത്. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു മരത്തിൽ നിന്ന് വിലക്കി. ആ മരത്തിൽ നിന്ന് വിലക്കിയ കനി ആദം അലൈഹിസ്സലാത്തു വസ്സലാമും ഹവ്വാ ബീവിയും ഭക്ഷിച്ചു. അവരുടെ നഗ്നത വെളിപ്പെട്ടു. അള്ളാഹു ചോദിച്ചു, ഞാൻ ആ മരത്തിന്റെ അടുത്തേക്ക് പറഞ്ഞതല്ലേ, ആ മരത്തിന്റെ അടുത്തേക്ക് പോകരുത് എന്ന് അതിനെ തൊട്ട് നിങ്ങൾ വിലക്കിയതല്ലേ, പിന്നെ എന്താണ് നിങ്ങൾക്ക് സംഭവിച്ചത് എന്ന് ചോദിച്ചപ്പോ ആദം അലൈഹിസ്സലാത്തു വസ്സലാമും ഹവ്വാ ബീവിയും പറഞ്ഞ മറുപടി എന്തായിരുന്നു? അവരതിനെ ന്യായീകരിച്ചില്ല. അവരതിന് മറുപടി പറഞ്ഞു, ഖാലാ റബ്ബനാ ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. നമ്മുടെ ഉമ്മയും ഉപ്പയും ഒരുപോലെ പറഞ്ഞു. അള്ളാഹുവിന് മനുഷ്യവർഗത്തെ ഇത്രത്തോളം ഇഷ്ടപ്പെടാൻ കാരണം നമ്മുടെ ഉമ്മയും ഉപ്പയും ഒരുപോലെ പറഞ്ഞു, റബ്ബനാ, ഞങ്ങളുടെ രക്ഷിതാവേ, ظلمنا أنفسنا, ഞങ്ങളിതാ ഞങ്ങളുടെ സ്വന്തത്തോട് അക്രമം ചെയ്തിരിക്കുന്നു.
വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ, നീ ഞങ്ങൾക്ക് പുറത്തു തന്നിട്ടില്ലെങ്കിൽ, ഞങ്ങളോട് നീ കരുണ കാണിച്ചിട്ടില്ലെങ്കിൽ, ലനകൂനന്ന മിനൽ ഖാസിരീൻ, ഞങ്ങൾ നഷ്ടക്കാരിൽ പെട്ടുപോകും റബ്ബേ. ഒരേ ചോദ്യം, രണ്ട് പ്രതികരണങ്ങൾ. എന്തുകൊണ്ട് സുജൂദ് ചെയ്തില്ല ഇബ്ലീസേ? അന ഖൈറും മിൻ, ഞാനാണ് നല്ലോൻ, അതുകൊണ്ടാണ് സുജൂദ് ചെയ്യാത്തത്, എനിക്ക് സുജൂദ് ചെയ്യാൻ സൗകര്യമില്ല. എന്തുകൊണ്ട് ഞാൻ വിലക്കിയ മരത്തിന്റെ അടുത്തേക്ക് പോയി? വലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. അല്ലാഹുവേ, ഞങ്ങൾ ഞങ്ങളുടെ സ്വന്തത്തോട് അക്രമം ചെയ്തു, തെറ്റ് ചെയ്തു പോയി റബ്ബേ, പാപം ചെയ്തു പോയി. ഞങ്ങൾ ഇതാ സമ്മതിക്കുന്നു, നീ ഞങ്ങൾക്ക് പുറത്തു തന്നിട്ടില്ലെങ്കിൽ, മാപ്പ് നൽകിയിട്ടില്ലെങ്കിൽ, ലനകൂനന്ന മിനൽ ഖാസിരീൻ, ഞങ്ങൾ നഷ്ടക്കാരിൽ പെട്ടുപോകുകയും ചെയ്യും. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ആലി ഇംറാനിൽ പറഞ്ഞത്. നമ്മളെക്കുറിച്ച്, വിശ്വാസികളെ കുറിച്ച് അല്ലാഹു പറഞ്ഞത് അവരൊരിക്കലും തെറ്റ് ചെയ്യാത്തവരാണ്, അവർ പാപത്തിലേക്ക് പോകാത്തവരാണ് എന്നൊന്നുമല്ല. വല്ലദീന ഇദാ ഫഅലൂ ഫാഹിശതൻ ഔ ളലമൂ അൻഫുസഹും ദക്കറുല്ലാഹ് فاستغفروا لذنوبهم ومن يغفر الذنوب إلا الله ولم يصروا على ما فعلوا وهم يعلمون. വിശ്വാസികൾ അവരൊരു തെറ്റ് ചെയ്താൽ, അവരൊരു ഫാഹിഷത്ത് ചെയ്താൽ, അവരുടെ പ്രത്യേകത എന്താണ്? അവരുടെ സ്വന്തത്തോട് അക്രമം ചെയ്താൽ എന്താണ് അവർ ചെയ്യുക? അടുത്ത നിമിഷം അല്ലാഹുവിനെ കുറിച്ച് അവർ ഓർക്കുകയാണ്. എന്റെ റബ്ബിനോട് ഞാൻ നന്ദികേട് കാണിച്ചല്ലോ, എന്റെ റബ്ബിന്റെ വാക്കുകൾ ഞാൻ ധിക്കരിച്ചല്ലോ. അവരതാ അല്ലാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ അവരുടെ മനസ്സിലേക്ക് തികട്ടി വരികയാണ്. മനസ്സ് വേദനിക്കുകയാണ്, ഹൃദയം വേദനിക്കുകയാണ്. ഫസ്തഗ്ഫറൂ ലിദുനൂബിഹിം, എന്നിട്ടതാ അവരവരുടെ തെറ്റിന് വേണ്ടി പശ്ചാത്താപം നടത്തുകയാണ്. ഇത് പറഞ്ഞിട്ടുള്ള പറയുന്നു, പ്രിയപ്പെട്ടവരെ, വമൻ യഗ്ഫിറുദ്ദുനൂബ ഇല്ലല്ലാഹ്, അല്ലാഹ് പാപം പൊറുക്കുന്നവരെ അതുപോലെ ആരാണ് നിങ്ങൾക്ക് പുറത്തു തരിക? അല്ലാഹുവിനല്ലാതെ മറ്റാർക്കാണ് നിങ്ങൾക്ക് മാപ്പ് നൽകാൻ സാധിക്കുക? അല്ലാഹ് പൊറുക്കുന്ന പോലെ സ്വന്തം ഉമ്മ പോലും പൊറുക്കൂല പ്രിയപ്പെട്ടവരെ, സ്വന്തം ഉപ്പ പോലും പൊറുക്കൂല, ആത്മമിത്രം പൊറുക്കൂല. ജീവിതത്തിൽ അബദ്ധം ചെയ്താൽ ആ അബദ്ധം കാരണം ഒരു മനുഷ്യനെ ആയുസ് മുഴുവൻ വേട്ടയാടുന്നവരാണ് മനുഷ്യരെന്നാൽ എത്രയോ അബദ്ധങ്ങളുടെ പട്ടിക അള്ളാഹുവിന്റെ കയ്യിലുണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ. എന്നിട്ടും നമ്മൾ ശ്വസിച്ചുകൊണ്ടിരിക്കുന്നു, എന്നിട്ടും നമ്മൾ കുടിച്ചുകൊണ്ടിരിക്കുന്നു, എന്നിട്ടും നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നു, എന്നിട്ടും നമ്മൾ ആരോഗ്യത്തോടെ നടക്കുന്നു. അള്ളാഹു പൊറുക്കുന്നത് പോലെ അള്ളാഹു അല്ലാതെ മറ്റാരാണ് നിങ്ങൾക്ക് പാപം പൊറുത്തു തരിക? വലം യുസിറു അലാ മാ ഫഅലു വഹും യഅലമൂൻ. ഒരു കാര്യം മാത്രം നിങ്ങൾ ചെയ്യരുത്, ചെയ്ത പാപത്തിൽ ഉറച്ചു നിൽക്കരുത്. ചെയ്ത തെറ്റുകൾ പശ്ചാത്തപിക്കാൻ എത്ര വരെ നിങ്ങൾ തയ്യാറുണ്ടോ അത്ര വരെ അള്ളാഹുവിന്റെ കരുണയുടെ പശ്ചാത്താപത്തിന്റെ മഗ്ഫിറത്തിന്റെ വാതിൽ നിങ്ങളുടെ മുന്നിൽ തുറന്നു തന്നെ ഇരിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഖുൽ, നബിയെ പറയുക, പഠിപ്പിച്ചു കൊടുക്കുക, യാ ഇബാദി, എന്റെ അടിമകളെ, അല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം, സ്വന്തത്തോട് അക്രമം ചെയ്ത എന്റെ അടിമകളെ, പാപഭംഗിലമായ ജീവിതം കൊണ്ട് സ്വന്തത്തെ നശിപ്പിച്ച എന്റെ അടിമകളെ. എന്താണ് അവരോട് അള്ളാഹുവിന് പറയാനുള്ളത്? നിങ്ങളെ ശിക്ഷ കാത്തിരിക്കുന്നുണ്ട്, നരകത്തിലിട്ട് കരിച്ചു കളയും ഞാൻ, വെറുതെ വിടില്ല ഞാൻ എന്നൊക്കെയാണോ അള്ളാഹുവിന് പറയാനുള്ളതല്ല. ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്, അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിങ്ങൾ നിരാശപ്പെട്ടു പോകരുത്. ഇബ്ലീസിന്റെ ഏറ്റവും വലിയ ആയുധമാണ് പ്രിയപ്പെട്ടവരെ. യാക്കൂബ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജീവിതത്തിൽ തുടരെയുള്ള പ്രതിസന്ധി വന്നിട്ട് ആ പ്രതിസന്ധികൾ ഇങ്ങനെ ജീവിതത്തിൽ കുമിഞ്ഞുകൂടി വല്ലാത്തൊരവസ്ഥയിലെത്തിയപ്പോ യാക്കൂബ് അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ മക്കളോട് പറയുന്നൊരു വർത്തമാനമുണ്ട്. ലാ തയഅസൂ മിർ റൗഹില്ലാഹ് ഇന്നഹു ലാ യയഅസു മിർ റൗഹില്ലാഹി ഇല്ലൽ ഖൗമുൽ കാഫിറൂന. പ്രവാചകൻ ദുഃഖം കാരണം കരഞ്ഞ് 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 കണ്ണ് വെളുത്തുപോയി, കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോയ അവസ്ഥയിലാണ് മക്കൾക്ക് ഈ ഉപദേശം നൽകുന്നത്. അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ, അള്ളാഹുവിനോടുള്ള പ്രതീക്ഷയിൽ ഒരിക്കലും നിരാശപ്പെട്ടു പോകരുത്. ഇന്നഹു യയഅസു മിർ റൗഹില്ലാഹി ഇല്ലൽ ഖൗമുൽ കാഫിറൂൻ. അള്ളാഹുവിന്റെ പ്രതീക്ഷയിലുള്ള നിരാശ എന്ന് പറയുന്നത് അത് നിഷേധമാണ്, അത് കുഫ്റാണ് എന്നാണ് അള്ളാഹു പഠിപ്പിക്കുന്നത്. ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്, അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിങ്ങൾ നിരാശപ്പെട്ടു പോകരുത്. ഇന്നല്ലാഹ യഗ്ഫിറുദ്ദുനൂബ ജമീഅ,
പാപങ്ങൾ എത്ര വലുതാകട്ടെ, എത്ര ആധിക്യമുള്ളതാകട്ടെ, എത്ര ആവർത്തനമുള്ളതാകട്ടെ, അടിവരയിട്ട് മനസ്സിലാക്കുക, എത്ര ആവർത്തനമുള്ളതാകട്ടെ, അള്ളാഹുവിന്റെ വാതിലടഞ്ഞു പോയിട്ടില്ല പ്രിയപ്പെട്ടവരെ, റബ്ബിന്റെ വാതിലടഞ്ഞു പോയിട്ടില്ല. വല്ലാഹു യുരീദു അൻ യതൂബ അലൈക്കും വയുരീദു അല്ലദീന യത്തബിഊന ശഹവാത് അൻ തമീലൂ മൈലൻ അദീമാ. വല്ലാഹു യുരീദ്, അല്ലാഹു ഉദ്ദേശിക്കുന്നു, അല്ലാഹു ആഗ്രഹിക്കുന്നു, അല്ലാഹു ഇഷ്ടപ്പെടുന്നു, അയ്യതൂബ അലൈക്കും, നിങ്ങൾക്ക് പുറത്തു തരാൻ, നിങ്ങൾക്ക് മാപ്പ് നൽകാൻ, നിങ്ങൾക്ക് വിട്ടുവീഴ്ച നൽകാൻ അല്ലാഹു ഇഷ്ടപ്പെടുന്നു. വയുരീദുൽ ലദീന യത്തബിഊന ശഹവാതി അൻ തമീലൂ മൈലൻ അദീമാ. എന്നാൽ ജീവിതത്തിൽ ഇച്ഛകളെയും ആശകളെയും പിൻപറ്റിക്കൊണ്ട് വൃത്തികേടിന്റെ പിന്നാമ്പുറങ്ങൾ തേടി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യർ ഉദ്ദേശിക്കുന്നത് എന്താണ്? അൻ തമീലൂ മൈലൻ അദീമാ. അല്ലാഹു ഒരുക്കി വെച്ച വിശാലമായ ഈ പശ്ചാത്താപത്തിന്റെ പ്രതീക്ഷയുണ്ടല്ലോ, അതിൽ നിന്ന് വിദൂരം വിദൂരം അകലാൻ അവരതാ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. രണ്ടവസരത്തിലാണ് മനുഷ്യന്റെ തൗബയുടെ വാതിലുകൾ അടക്കപ്പെടുക. പ്രിയപ്പെട്ടവരെ, ഈ രണ്ടവസരത്തിൽ തൗബ ചെയ്യാത്തൊരു മനുഷ്യൻ പോലും ഇല്ലെന്ന് നമ്മൾ മനസ്സിലാക്കുക. അതിലൊന്നാമത്തെ അവസ്ഥ ഏതാണ്? നമ്മുടെ റൂഹ് തൊണ്ടക്കുഴിയിലെത്തുമ്പോഴാണ്, ഈ ലോകവുമായി പിരിയാൻ നാം തുടങ്ങുമ്പോഴാണ്, പരലോകത്തുള്ള പല കാഴ്ചകളും നമ്മൾ കാണാൻ തുടങ്ങുമ്പോഴാണ്, ഇതുവരെ കാണാത്ത മലക്കുകൾ നമ്മൾ കാണുമ്പോഴാണ്, അവരുടെ ശബ്ദം നമ്മൾ കേൾക്കുമ്പോഴാണ്, അള്ളാന്റെ പ്രവാചകന്റെ അധ്യാപനങ്ങൾ സത്യമായ അനുഭവത്തിലൂടെ ബോധ്യപ്പെടുമ്പോഴാണ് എല്ലാ മനുഷ്യരും പ്രിയപ്പെട്ടവരെ തൗബക്ക് തയ്യാറാവുക. ഫിർഔൻ പോലും തൗബക്ക് തയ്യാറായി. ചെങ്കടലിന് മുന്നിൽ പിളരുന്നത് കണ്ടിട്ട് വിശ്വസിക്കാൻ തയ്യാറാകാതിരുന്ന ഫിർഔൻ മരണത്തോട് മല്ലിട്ടപ്പോ, ആ മരണത്തിന്റെ സമയത്തുള്ള രംഗങ്ങൾ കണ്ടപ്പോ, ആമന്തു ബിറബ്ബി മൂസാ വഹാറൂൻ, മൂസയുടെയും ഹാറൂനിന്റെയും രക്ഷിതാവിൽ റബ്ബിൽ ഞാനിതാ വിശ്വസിച്ചിരിക്കുന്നു. ഇത്രയേറെ ദൃഷ്ടാന്തങ്ങൾ വന്നിട്ടും, ഇത്രയേറെ ദൃഷ്ടാന്തങ്ങൾ കണ്ടിട്ടും, അന റബ്ബുക്കുമുൽ അഅ്ലാ, ഞാനാണ് നിങ്ങളുടെ ഉന്നതനായ രക്ഷിതാവ്, എന്റെ മുകളിൽ ഒരു രക്ഷിതാവുമില്ലെന്ന് ഹുങ്ക് പറഞ്ഞിരുന്ന ഫിർഔൻ, ആ ഫിർഔൻ പോലും മരണത്തെ മുന്നിൽ കണ്ടപ്പോ പശ്ചാത്തപിക്കാൻ തയ്യാറായി. പ്രിയപ്പെട്ടവരെ, ഏത് മനുഷ്യനും പശ്ചാത്തപിക്കാൻ തയ്യാറാകും. ആ സമയത്ത് അല്ലാഹ് തിരിച്ചു ചോദിച്ചൊരു ചോദ്യം, ഇപ്പോഴാണോ ഫിർഔനെ ബോധം വരുന്നത്? അവസരം കഴിഞ്ഞു പോയല്ലോ, അവസരം നഷ്ടപ്പെട്ടു പോയല്ലോ. വഖദ് അസൈത ഖബൽ വകുൻത മിനൽ മുഫ്സിദീൻ. എത്ര അവസരങ്ങളാണ് ജീവിതത്തിൽ വന്നത്, എല്ലാം അനുസരണക്കേട് കൊണ്ട് തട്ടിക്കളഞ്ഞു. എന്നിട്ടിങ്ങനെ ഫസാദ് ഉണ്ടാക്കി ഭൂമിയിൽ അങ്ങനെ നടക്കുകയും ചെയ്തു. ഇപ്പൊ വിശ്വസിച്ചിട്ടും പശ്ചാത്തപിച്ചിട്ടും ഒരു കാര്യവുമില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ലഅല്ലി അഅമലു സാലിഹൻ ഫീമാ തറക്ത്, ലഅല്ലി അഅമലു സാലിഹൻ ഫീമാ തറക്ത്. ഏത് തോന്നിയവാസിയും പടച്ച റബ്ബിന്റെ മുന്നിൽ കരഞ്ഞ് പറയുമെന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചൊരു വചനമാണ്. റബ്ബേ, എനിക്ക് അല്പസമയം ഒന്ന് നീട്ടിത്തരുമോ? ഞാൻ ചെയ്യാതെ പോയ നന്മകളൊന്ന് ചെയ്യട്ടെ, ഞാൻ പ്രവർത്തിക്കാതെ പോയ പ്രവർത്തനങ്ങളൊന്ന് പ്രവർത്തിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ആ അവസരത്തിൽ നമ്മൾ തൗബ ചെയ്തിട്ടൊരു കാര്യമില്ല. ഇപ്പൊക്കെ നമുക്കുള്ള അവസരമാണ്, ഇപ്പോഴൊക്കെ നമുക്കുള്ള അവസരമാണ്. അവസരം തുറന്നു കിടക്കാൻ, വാതിൽ തുറന്നു കിടക്കാൻ, നാളെ മറ്റന്നാളെ അല്ലെങ്കിൽ അടുത്ത മണിക്കൂറിൽ എപ്പോഴാണ് ആ വാതിൽ അടക്കാന്ന് അള്ളാഹു പ്രിയപ്പെട്ടവരെ അറിയില്ല. അള്ളാഹു എപ്പോഴാണ് നമ്മുടെ ആ വാതിൽ അടക്കാനുള്ള സമയം തീരുമാനിച്ചുള്ളത് നമുക്കറിയില്ല. അതിന്റെ മുന്നേ അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങണം. ഇന്ന് നിങ്ങൾ തിരിച്ചു പോയി കഴിഞ്ഞാൽ ഉറങ്ങുന്നതിന്റെ മുന്നേ വുദൂ ചെയ്ത് 2 റക്അത്ത് നമസ്കരിച്ച് കൈകളുയർത്തി അള്ളാഹുവിനോട് പറയുക, യാ റബ്ബ്, എത്ര തെറ്റ് ചെയ്തു എന്ന് ഓർമ്മയില്ല, എന്തൊക്കെ തെറ്റുകൾ ചെയ്തു എന്ന് ഓർമ്മയില്ല. റബ്ബേ, നിരുപാധികം നിന്നോടുള്ള മാപ്പിനെ ചോദിക്കാൻ ആത്മാർത്ഥമായി പറഞ്ഞു നോക്കൂ. പ്രിയപ്പെട്ടവരെ, ഹൃദയത്തിന്റെ ഉള്ളെന്ന് പറഞ്ഞാൽ ആ ഹൃദയത്തെ കണ്ണുകൾ അനുഗമിക്കും, കണ്ണുകൾ നിറയും, ചുണ്ടുകൾ വറക്കും. അത് അള്ളാഹുവിന് ഒരുപാട് സന്തോഷം ഉണ്ടാക്കുന്ന വിഷയമാണ്. നിങ്ങൾ ഉറങ്ങുന്നതിന്റെ മുന്നേ നിങ്ങളുടെ വിഷയത്തിൽ അള്ളാഹുവിനെ സന്തോഷിപ്പിച്ചിട്ട് ഉറങ്ങാൻ നിങ്ങൾക്ക് സാധിച്ചാൽ അതിനേക്കാൾ വലിയ ഭാഗ്യം വേറെ എന്താണുള്ളത്? നമ്മുടെ റബ്ബ് നമ്മളെക്കുറിച്ച് സന്തോഷിക്കാണ്, നമ്മുടെ റബ്ബ് നമ്മളെക്കുറിച്ച് ആനന്ദിക്കാണ്. നമ്മുടെ തെറ്റുകൾ അവനോട് ഏറ്റുപറഞ്ഞപ്പോ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ പശ്ചാത്താപം കാരണം നമ്മളോടുള്ള മതിപ്പ് അള്ളാഹുവിന് വർദ്ധിക്കുകയാണ്. നമ്മൾ ആ രീതിയിൽ കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ, ആ അവസ്ഥയിൽ മരണം നമ്മെ തേടിയെത്തിക്കഴിഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, അതിനേക്കാൾ വലിയ സുഹൃതം വേറെന്താണുള്ളത്? അതിനേക്കാൾ വലിയ ഒരു നല്ല മരണം വേറെന്താണുള്ളത്?
അതുകൊണ്ട് റമദാൻ വരുന്നതിന്റെ മുന്നേ അള്ളാഹുവുമായുള്ള ബന്ധം ദൃഢമാക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് തൗബ എന്ന് പറയുന്നത്. ആത്മാർത്ഥമായി തൗബ ചെയ്യുക. ആ തൗബക്ക് ശുറൂത്തുകളുണ്ട് പ്രിയപ്പെട്ടവരെ. ആരെങ്കിലുമായി നമ്മൾ തെറ്റി നിൽക്കുന്നുണ്ടെങ്കിൽ, ആരുടെയെങ്കിലും അവകാശങ്ങൾ നമ്മുടെ അലമാരകളിലും നമ്മുടെ അക്കൗണ്ടുകളിലും നമ്മുടെ ഈ ആധാര പേപ്പറുകളിലും ഉണ്ടെങ്കിൽ അത് തിരിച്ചു കൊടുത്തേക്ക് പ്രിയപ്പെട്ടവരെ. അതിനേക്കാൾ എത്രയോ വലുതാണ് അള്ളാഹുവിന്റെ തൃപ്തി. വെട്ടിപ്പിടിച്ച സ്ഥലങ്ങളും നേടിയെടുത്ത സമ്പത്തൊക്കെ നമ്മൾ പറയും ഇത് എന്റെ സ്ഥലമാണ്. അങ്ങനെ പറഞ്ഞ എത്രയോ മനുഷ്യന്മാർ ആ സ്ഥലത്തിൽ തന്നെ കഴിഞ്ഞു പോയിട്ടുണ്ട്. നിങ്ങളുടെ കാലശേഷവും കുറെ ആൾ അങ്ങനെ പറയും. പക്ഷെ പ്രിയപ്പെട്ടവരെ, ബാക്കിയാകുന്നത് അള്ളാഹുവിന്റെ റിദയും തൃപ്തിയും മാത്രമാണ്. ദുനിയാവിനെ കുറിച്ച് അള്ളാഹു വിശദീകരിച്ചിട്ട് അവസാനം ആ ആയത്ത് അവസാനിപ്പിക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, വഫിൽ ആഖിറതി അദാബുൻ ശദീദ് വമഗ്ഫിറത്തും മിനല്ലാഹി വരിദ്വാൻ. ആഖിറത്തിൽ നിലനിൽക്കുന്ന രണ്ട് കാര്യങ്ങളാണുള്ളത്. ഒന്ന് ശക്തമായ ശിക്ഷയാണ്, രണ്ട് അള്ളാഹുവിന്റെ റിദയും മഗ്ഫിറത്തുമാണ്. അള്ളാഹുവിന്റെ റിദയും മഗ്ഫിറത്തും നേടിയെടുക്കാൻ കുറച്ച് സമ്പത്ത് വേണ്ടാന്ന് വെച്ചാൽ എന്താ കുഴപ്പം? കുറച്ച് പണം വേണ്ടാന്ന് വെച്ചാൽ എന്താണ് കുഴപ്പം? കുറച്ചൊന്ന് താണു കൊടുക്കാൻ തയ്യാറായാൽ, ഞാനൊന്നുമല്ല, ഞാൻ നിന്റെ മുന്നിൽ വളരെ ചെറുതാണ് എന്ന് സമ്മതിച്ചു കൊടുക്കാൻ തയ്യാറായാൽ, എന്റെ പ്രിയപ്പെട്ടവരെ, അതിന് പകരമായി നമുക്ക് കിട്ടുന്നത് അള്ളാഹുവിന്റെ പ്രീതിയും തൃപ്തിയും ഇഷ്ടവുമാണ് എങ്കിൽ അതിലെന്താണ് നഷ്ടം? അതാണ് യഥാർത്ഥത്തിൽ ലാഭം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, കണക്ക് കൂട്ടലുകളും ഇടപാടുകളും എല്ലാം തീർക്കുക. മാനസികമായ സാമ്പത്തികമായ ഇടപാടുകൾ മുഴുവനും തീർക്കുക. എന്നിട്ട് അള്ളാഹുവിന്റെ മുന്നിൽ നിൽക്കുക. അള്ളാഹുമായുള്ള ഇടപാട് ഇന്ന് തന്നെ തീർക്കുക. അള്ളാഹുമായുള്ള ഇടപാട് ഇന്ന് തന്നെ തീർക്കുക. ബാക്കിയുള്ളത് നമുക്ക് എപ്പോഴാണോ അവസരം കിട്ടുന്നത്, ഏറ്റവും സമീപ ദിവസങ്ങളിൽ, ഏറ്റവും സമീപ മണിക്കൂറുകളിൽ ഈ പ്രോഗ്രാം കഴിഞ്ഞ് നിങ്ങൾക്ക് വിളിക്കാൻ പറ്റുമോ? വർഷങ്ങളായി തെറ്റി നിൽക്കുന്ന ഒരാളെ ഫോൺ വിളിച്ചിട്ട് അസ്സലാമു അലൈക്കും പറയാൻ നിങ്ങൾക്ക് കഴിയോ? ഈ പ്രോഗ്രാം വിജയിച്ചു. സെന്റർ നടത്തുന്ന ഈ പരിപാടി ഒരൊറ്റൊരാൾ അങ്ങനെ പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, ഈ പരിപാടി വിജയിച്ചു. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മനസ്സ് ആ രീതിയിൽ വിശാലമാക്കി തരുമാറാകട്ടെ. അള്ളാഹുവിന് വേണ്ടി എന്ത് വിട്ടുവീഴ്ചക്കും തയ്യാറാകുന്ന, അള്ളാഹുവിന് വേണ്ടി എത്ര താണുകൊടുക്കാനും തയ്യാറാകുന്ന മനുഷ്യന്മാരായി അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും ഉയർത്തുകയും വളർത്തുകയും ചെയ്യുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഞാൻ അടുത്തൊരു വിഷയത്തിലേക്ക് ഞാൻ കടക്കുമ്പോൾ ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാം. നിങ്ങളുടെ ഏതെങ്കിലും വളരെ നിങ്ങൾ അങ്ങേറ്റം ഇഷ്ടപ്പെടുന്ന സ്നേഹിക്കുന്ന ഒരു കൂട്ടുകാരൻ, ആ കൂട്ടുകാരനോട് അവന്റെ ഒരു പ്രയാസം നിങ്ങൾക്കറിയാം, അവന്റെ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്കറിയാം. അങ്ങനെ ആ ബുദ്ധിമുട്ടിനെ കുറിച്ച് നിങ്ങൾ അവനോട് അന്വേഷിച്ചിട്ട് എന്തായി, അതിന് എന്തെങ്കിലും ആക്കം വന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് അവന് നിങ്ങളൊരു മെസ്സേജ് അയക്കാണ്. ആ മെസ്സേജ് അവൻ തുറന്നു, ഡബിൾ ടിക്ക് വന്നു, ബ്ലൂ ടിക്ക് വന്നു, പക്ഷെ മറുപടി ഇല്ല. എന്തായിരിക്കും നിങ്ങളുടെ ഒരു വികാരം? ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും വല്ല കുട്ടികളെടുത്ത് തുറന്നിട്ടായിരിക്കും എന്ന് നിങ്ങൾ വിചാരിക്കും. അങ്ങനെ വീണ്ടും നിങ്ങൾ മെസ്സേജ് അയക്കാൻ, അതിന് മറുപടിയില്ല. ദിവസങ്ങൾ കഴിഞ്ഞു, മറുപടി കിട്ടുന്നേ ഇല്ല. ഓനൊരു കുഴപ്പമില്ല, ഓൻ നല്ല പയറ് പോലെ നടക്കുന്നുണ്ട്, ഓന്റെ ആരോഗ്യത്തിന്റെ ഒരു കുഴപ്പമില്ല, വേറൊരു പ്രശ്നങ്ങളൊന്നും മാനസികമായിട്ടൊന്നും പ്രശ്നമൊന്നുമില്ല, നല്ല വൃത്തിയിൽ നടക്കുന്നുണ്ട്. പക്ഷെ നിങ്ങളുടെ മെസ്സേജിന് മറുപടി തരുന്നില്ല. എന്തായിരിക്കും അവനെക്കുറിച്ച് നമ്മുടെ മനസ്സിൽ ഒന്നൊന്ന് ആത്മാർത്ഥമായിട്ടൊന്ന് ആലോചിച്ച് നോക്കുക. അവനെക്കുറിച്ച് നമ്മുടെ മനസ്സിൽ തോന്നുന്നൊരു വികാരം എന്തായിരിക്കും? പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്കും നിങ്ങൾക്കും അയച്ച പേഴ്സണൽ മെസ്സേജ് ആണ് പരിശുദ്ധ ഖുർആൻ. അതൊരു മാസ് മെസ്സേജ് അല്ല, പേഴ്സണൽ മെസ്സേജ് ആണ്. എനിക്കും നിങ്ങൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അയച്ച പേഴ്സണൽ മെസ്സേജ്. 30 വയസ്സ് വരെ ജീവിച്ചു, 40 വയസ്സ് വരെ ജീവിച്ചു, 50 വയസ്സ് വരെ ജീവിച്ചു. എത്രയോ തവണ പരിശുദ്ധ ഖുർആൻ വായിച്ചു. അതിലെന്താണ് പറയുന്നതെന്ന് അറിയില്ല. എന്താണ് എന്റെ റബ്ബ് അതിലെന്നോട് സംസാരിക്കുന്നതെന്നറിയില്ല. എന്തായിരിക്കും പടച്ച റബ്ബിന് നമ്മോടുള്ള വികാരം? ആ ഖുർആനിൽ പലിശയെക്കുറിച്ച് വായിച്ചു, എന്നിട്ട് നമ്മൾ ഓടി പാസാക്കാൻ വേണ്ടി നടന്നു, പലിശ എടുക്കാൻ വേണ്ടി നടന്നു. ആ ഖുർആനിൽ തട്ടിപ്പിനെ കുറിച്ചും വെട്ടിപ്പിനെ കുറിച്ചും പറഞ്ഞു, എന്നിട്ടും ആ തട്ടിപ്പും വെട്ടിപ്പും നടത്താൻ നാം നടന്നു. ആ ഖുർആനിൽ നമസ്കാരത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞു, എന്നിട്ടും ഒരു പ്രശ്നമില്ലാതെ നമ്മൾ ആ നമസ്കാരം ഉപേക്ഷിച്ചു, അഫ്ദൽ വഖ്ത് നിസ്കരിക്കാതിരുന്നു. ആ ഖുർആനിൽ നമ്മൾ ഊഹത്തെക്കുറിച്ചും അതുപോലെ ഗീബത്തിനെ കുറിച്ചും ഈ ചുഴിഞ്ഞന്വേഷികളിനെ കുറിച്ചും എല്ലാം നമ്മൾ വായിച്ചു, എന്നിട്ടും ഇതെല്ലാം നമ്മൾ പ്രവർത്തിച്ചു. എന്താ അതിന്റെ അർത്ഥം? നമ്മൾ ആ ഖുർആൻ അവഗണിക്കാണ്. وقال الرسول يا رب ان قوم اتخذوا هذا القرآن مهجورا. അല്ലാഹുവേ, ഈ സമുദായം ഈ ഖുർആനിനെ അവർ അവഗണിച്ചു കളഞ്ഞു റബ്ബേ എന്ന് അള്ളാന്റെ റസൂല് പറയുന്നത് ഖുർആൻ ഓതാത്തവരെ കുറിച്ചല്ല കേട്ടോ. ഖുർആൻ ഓതാത്തവരെ കുറിച്ചല്ല, ഖുർആൻ ഓതിയിട്ട ഖുർആനിന്റെ മെസ്സേജിനെ അവഗണിച്ചു കളഞ്ഞ മനുഷ്യരെ കുറിച്ചാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ഈ പരിശുദ്ധ റമദാൻ
പരിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട ഒന്നാമത്തെ ആകാശത്തിന്റെ ബൈത്തുൽ ഇസ്സയിൽ നിന്ന് അല്ലാഹു ഏഴാമത്തെ ആകാശത്തെ ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് ഒന്നാം ആകാശത്തെ ബൈത്തുൽ ഇസ്സയിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയ പരിശുദ്ധ ഖുർആൻ ഒന്നായിട്ട് ഇറക്കിയ ഈ പരിശുദ്ധ റമദാൻ മാസം ആ ബൈത്തുൽ ഇസ്സയിൽ നിന്നാണ് പിന്നീട് ഘട്ടം ഘട്ടമായി പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളായി സൂറത്തുകളായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ഇറങ്ങുന്നത്. 6 ആകാശങ്ങളും കടന്ന് 7ൽ നിന്ന് 1ലേക്ക് എത്തിയ മാസമാണ് പരിശുദ്ധ റമദാൻ. ആ റമദാൻ മാസത്തിൽ ഖുർആനുമായി ഒരു ബന്ധമുണ്ടാക്കിയെടുക്കാൻ എന്റെ പ്രിയപ്പെട്ടവരെ എനിക്കും നിങ്ങൾക്കും സാധിക്കണം. ആ ഖുർആനുമായി ഒരു ഹൃദയബന്ധമുണ്ടാക്കിയെടുക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം. അതിനെന്ത് ചെയ്യണം? ആ ഖുർആനിന്റെ ആയത്തുകൾ ഹിഫ്ളാക്കണം, ആ ഖുർആനിന്റെ ആയത്തുകളുടെ തജ്വീദ് പഠിക്കണം, ആ ഖുർആനിന്റെ ആയത്തുകൾ തദബ്ബുർ നടത്തണം, ആ ഖുർആനിന്റെ ആയത്തുകളിലെ തഫ്സീർ പഠിക്കണം. ഇതെല്ലാം നമ്മൾ ചെയ്യണം. അപ്പോഴാണ് പരിശുദ്ധ ഖുർആനുമായി എന്റെ പ്രിയപ്പെട്ടവരെ എനിക്കും നിങ്ങൾക്കും ഒരു ബന്ധമുണ്ടാകുക, ഹൃദയബന്ധമുണ്ടാകുക. ഖുർആൻ ജീവിതത്തിൽ ഒരു വട്ടമെങ്കിലും എന്റെ നിങ്ങളുടെയും കണ്ണ് നിറച്ചിട്ടുണ്ടോ? ഒരു വട്ടമെങ്കിലും എന്റെ നിങ്ങളുടെ കണ്ണ് നിറച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിന് കട്ടിയുള്ളതുകൊണ്ടല്ല, ഏത് കട്ടിയുള്ള ഹൃദയവും മയപ്പെടുത്താൻ പാകത്തിലാണ് പരിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചത്. പ്രിയപ്പെട്ടവരെ, ഞാനിത് ഉറപ്പിച്ചു പറയാൻ കാരണം എന്താണെന്നറിയോ? 11 വയസ്സുള്ള കുട്ടികൾ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത് കരയുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. ഞങ്ങളുടെ ഒരു സ്ഥാപനമുണ്ട്, ദാറുൽ ബയ്യിന. ഞങ്ങൾ ഹിഫ്ള് പഠിപ്പിക്കുന്നത് അർത്ഥത്തോടു കൂടിയാണ്. കുട്ടികൾ അർത്ഥം വായിച്ചു പഠിച്ചതിന് ശേഷമാണ്. ഇവിടെയൊക്കെ അനുഭവം ഉണ്ടാവട്ടോ, ഞാൻ എന്റെ അനുഭവം പങ്കുവെക്കുന്നുള്ളൂ. അവരെ അർത്ഥം പഠിച്ചു കഴിഞ്ഞിട്ടാണ് ഹിഫ്ളാക്കുക. പല കുട്ടികളും പല സമയങ്ങളിലും ആ ആയത്തുകളിലൂടെ സഞ്ചരിച്ച് കരയുന്നത് കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. ചില ആയത്തുകൾ അവരെ കൊണ്ട് ഒരുപാട് നേരം ദുആ ചെയ്യിക്കുന്നതായി കണ്ടിട്ടുണ്ട്. ആ ചെറിയ മനസ്സുകളിൽ പ്രിയപ്പെട്ടവരെ പരിശുദ്ധ ഖുർആൻ സ്വാധീനം ചെലുത്തുമെങ്കിൽ പക്വതയും വിവേകവും തിരിച്ചറിവും ലോകവിവരവുമുള്ള എന്റെയും നിങ്ങളുടെയും മനസ്സിനെ ഖുർആൻ സ്വാധീനിക്കൂല എന്നാണോ നമ്മൾ വിചാരിക്കുന്നത്? സ്വാധീനിക്കും, പക്ഷെ അതിനോട് നമ്മൾ മെനക്കെട്ടിട്ടില്ല. ആ ഖുർആനുമായി നമ്മൾ ഇറങ്ങിയിട്ടില്ല. നിങ്ങൾ ഖുർആനിലെ ഒരു ആയത്തെടുത്തിട്ട് 10 വട്ടം വായിച്ചാൽ 10 രീതിയിൽ ആയത്തിനോട് സംസാരിക്കും. 10 രീതിയിൽ സംസാരിക്കും. 10 മെസ്സേജുകൾ ആയത്ത് നിങ്ങൾക്ക് തരും. എത്രയോ മനുഷ്യന്മാരെ പ്രിയപ്പെട്ടവരെ പരിശുദ്ധ ഖുർആൻ ആത്മഹത്യയിൽ നിന്ന് രക്ഷിച്ചിരിക്കുന്നു. എത്രയോ മനുഷ്യന്മാരെ. ഇതിന്റെ ഇടയിൽ ഒരു പെണ്ണ് പരസ്യമായി ചാനലുകളിൽ വന്ന് പറഞ്ഞല്ലോ, ഖുർആനിൽ ഒരു ആയത്താണ് എന്നെ ആത്മഹത്യയിൽ നിന്ന് രക്ഷിച്ചത്. കുറച്ചു മുന്നെയാണ്. അതുപോലെ തന്നെ ഒരു മനുഷ്യൻ അദ്ദേഹം കുടുംബത്തോട് ആത്മഹത്യ ചെയ്യാൻ നിന്നപ്പോ പരിശുദ്ധ ഖുർആൻ, ആ മുസ്ലിമാണ്, പരിശുദ്ധ ഖുർആനിലെ സൂറത്തു നിസായിലെ വലാ തഖ്തുലു ഔലാദകും മിൻ ഇംലാഖ് നഹ്നു നർസുഖുകും വഇയ്യാഹും എന്ന ഒറ്റ ആയത്ത് അതിന്റെ അർത്ഥം വായിച്ചിട്ടാണ് അദ്ദേഹം ആ ആത്മഹത്യയിൽ നിന്ന് പിന്മാറിയത്. ജീവൻ രക്ഷിച്ച ഖുർആനിനോട് അദ്ദേഹത്തിന്റെ മനസ്സിന് തോന്നിയ ആ ഒരു അടുപ്പവും ആ ഒരു സ്നേഹവും ആ ഖുർആൻ വായിക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചു. അദ്ദേഹം വായിച്ചു, ഇസ്ലാം സ്വീകരിച്ചു. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ആ ഖുർആനുമായി അടുക്കുക മാത്രമല്ല, ആ ഖുർആനിന്റെ പ്രചാരകരാവുക എന്ന വലിയ ഉത്തരവാദിത്വം എനിക്കും നിങ്ങൾക്കുമുണ്ട്. ഖുർആനോട് അടുത്ത മാത്രം പോരാ, ഖുർആനിന്റെ പ്രചാരകരാവുക എന്ന വലിയ ഉത്തരവാദിത്വം പ്രിയപ്പെട്ടവരെ എനിക്കും നിങ്ങൾക്കുമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിച്ച ഉത്തരവാദിത്വമാണ്. അതെങ്ങനെയാണ് സ്വഹാബത്തൊക്കെ നിർവഹിച്ചത് എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. പരിശുദ്ധ ഖുർആൻ പരസ്യപ്പെടുത്താൻ അല്ലാഹുവിന്റെ കൽപ്പന വന്നപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബൈത്തുൽ അർഖമിൽ വെച്ച് ചോദിച്ചു, ആരാ ഇത് നിർവഹിക്കുക, ഇതാരാ ഒന്ന് പരസ്യപ്പെടുത്തുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചപ്പോ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റുന്നു. ആരാ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു? ഒരു മെല്ലിച്ച മനുഷ്യൻ, കാണാൻ വല്ല സൗന്ദര്യമൊന്നുമില്ല, പറയാനൊരു തറവാടുമില്ല. ഇബ്നു മസ്ഊദ് എഴുന്നേറ്റപ്പോ റസൂല് പറഞ്ഞു, നിങ്ങൾ അവിടെ ഇരിക്കുന്നു പറഞ്ഞു, നിങ്ങൾ പോണ്ടാന്ന് പറഞ്ഞു. എന്തേ റസൂലെ? നിങ്ങൾ പോയാൽ ഒരു പക്ഷെ അവർ നിങ്ങളെ കൊല്ലും. കാരണം നിങ്ങളെ കൊന്നു കഴിഞ്ഞാൽ പകരം ചോദിക്കാൻ ഒരു ആൾക്കൂട്ടം ഇവിടെ ഇല്ല, ഒരു തറവാട് ഇവിടെ ഇല്ല, അതുകൊണ്ട് നിങ്ങൾ പോണ്ട. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, റസൂലെ ഞാൻ പോകും, എനിക്ക് പോകണം. ഈ ഖുർആൻ പരസ്യമായി വിളംബരം ചെയ്യാനുള്ള അവസരം യാ റസൂലല്ലാഹ് എനിക്ക് തന്നെ തരണമെന്ന് പറഞ്ഞ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ശാഠ്യം പിടിച്ചു. ആ അനുയായിയുടെ ആത്മാർത്ഥതയ്ക്ക് മുന്നിൽ റസൂൽ എന്ന നേതാവ് തോറ്റുപോയി. പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾ പൊയ്ക്കോന്ന് പറഞ്ഞു. അങ്ങനെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു കഅബാലയത്തിലേക്ക് പുറപ്പെടുകയാണ്. കഅബാലയം അന്ന് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ മുസ്ലിങ്ങളാൽ നിബിഡമായ തക്ബീറിന്റെ ധ്വനികൾ മുഴങ്ങുന്ന അല്ലാഹുമ്മ അല്ലാഹുമ്മ എന്ന് വിളിച്ചു പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളാൽ മുഖരിതമാകുന്ന ഒരു കഅബാലയമല്ല. മറിച്ച് 300 ചില്ലാനം വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിക്കപ്പെട്ട പൂജയും വിഗ്രഹാരാധനയും സജീവമായി നടക്കുന്ന ഒരു കഅബാലയത്തിലേക്കാണ്, അതിന്റെ പരിസരത്തേക്കാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പോകുന്നത്. അദ്ദേഹം ഓതാൻ തെരഞ്ഞെടുത്ത ആയത്ത് പരിശുദ്ധ ഖുർആനിലെ സൂറത്തുർ റഹ്മാനാണ്.
അദ്ദേഹം അത് പാരായണം ചെയ്തു. അർ-റഹ്മാൻ അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാൻ അല്ലമഹുൽ ബയാൻ. കഅബാലയം നിശബ്ദമായി. എല്ലാരും കേട്ടു. എല്ലാവരും മൊത്തം അറബികളാണ്. ആ വശ്യസുന്ദരമായ പരിശുദ്ധ ഖുർആനിന്റെ മാസ്മരിക വചനങ്ങൾ അവരുടെ ഉള്ളിലെ ആ ശത്രുതയെപ്പോലും കെടുത്തിക്കളഞ്ഞ് കീഴ്പ്പെടുത്തിക്കളഞ്ഞു. ഏത് കൂട്ടത്തിലുണ്ടാവുമല്ലോ പ്രിയപ്പെട്ടവരെ ഒരു അധർമ്മത്തിന് ചുക്കാൻ പിടിക്കുന്ന ഒരാൾ. അള്ളാന്റെ റസൂൽ ആദ്യമായി ദഅവത്ത് ചെയ്തപ്പോ ആ നിശബ്ദതയെ കീറി മുറിച്ചുകൊണ്ട് തബ്ബൽ ലക യാ മുഹമ്മദ് എന്ന് പറഞ്ഞ ഖിയാമത്ത് നാൾ വരെ ഖുർആൻ ശപിക്കുന്ന അബൂലഹബ്. അതേപോലെ കഅബാലയത്തിന്റെ പരിസരത്തും ഒരു ചങ്ങാതി ഉറക്ക വിളിച്ചു പറഞ്ഞു, ഇത് മുഹമ്മദ് ഓതുന്ന ഖുർആനാണ്, ഇതിലേക്ക് നിങ്ങൾ കേട്ടുകഴിഞ്ഞാൽ ഖുറൈശി തറവാട്ടിലെ പ്രമാണിമാർ പറയുന്നത് പോലെ ഇതിന് നിങ്ങൾ വഴിപ്പെട്ടു പോകും, അതുകൊണ്ട് ഇത് നിങ്ങൾ കേൾക്കരുത് എന്ന് പറഞ്ഞു. ആളുകളുടെ ശ്രദ്ധ തെറ്റി. ആളുകൾ കാടിളയ്ക്ക് വന്നു. ആ ബലഹീനനായ മനുഷ്യനെ ആക്രമിക്കാൻ തുടങ്ങി. അദ്ദേഹത്തെ തൊഴിക്കാൻ തുടങ്ങി. അദ്ദേഹത്തെ ഇടിക്കാൻ തുടങ്ങി, മർദ്ദിക്കാൻ തുടങ്ങി. ആ മർദ്ദനങ്ങൾക്കിടയിലും വലിയ ചുരുട്ടിയ മുഷ്ടികൾ മുഖത്തേക്കും നെഞ്ചത്തേക്കും വന്ന് പതിക്കുന്നതിനിടയിലും സൂറത്തുർ റഹ്മാനിന്റെ വചനങ്ങൾ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അങ്ങനെ പാരായണം ചെയ്തു. ഫബിഅയി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ, ഫബിഅയി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. നിങ്ങളുടെ രണ്ട് വിഭാഗങ്ങളുടെയും രക്ഷിതാവിന്റെ ഏതേത് അനുഗ്രഹത്തെയാണ് നിങ്ങൾ നിഷേധിച്ചു കളയുന്നത് എന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ബോധം പോകുന്നതുവരെ, ബോധം മറയുന്നതുവരെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പാരായണം ചെയ്തു. ബോധം മറഞ്ഞപ്പോ ആരൊക്കെ വന്ന് അദ്ദേഹത്തെ എടുത്തുകൊണ്ടുപോയി, മുസ്ലിങ്ങളിൽപ്പെട്ടവർ. ബോധം തെളിഞ്ഞപ്പോ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു വീണ്ടും ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, ഞാൻ ഒന്നുകൂടെ പോട്ടെ, ഞാൻ ഒന്നുകൂടെ കഅബാലയത്തിന്റെ പരിസരത്ത് പോയിട്ട് ഈ പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ ഞാൻ ഇനിയും പാരായണം ചെയ്യട്ടെ റസൂലല്ലാഹ് എന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചോദിക്കാൻ. ആ ഖുർആൻ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ത്വരയിൽ നിന്നാണ് പ്രിയപ്പെട്ടവരെ, ആ ഒരു ആഗ്രഹത്തിൽ നിന്നാണ്, ആ ഒരു അഭിവാഞ്ചയിൽ നിന്നാണ്. സ്വന്തം ജീവൻ നഷ്ടപ്പെട്ടു പോയാലും ഞാനിത് ആളുകളോട് പറയുമെന്ന ആ ഒരു നിലപാട് വരുന്നത്. നമ്മളൊക്കെ എന്താ ചെയ്തത് ഖുർആന് വേണ്ടിയിട്ട്? ജീവിതത്തിൽ പ്രബോധനത്തിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്തത്? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനൊക്കെ അള്ളാഹു കൊടുത്ത ആ ഒരു ടാസ്കിനെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ നമ്മൾ? മൂസാ നബി ഈജിപ്തിൽ നിന്ന് പോകുന്നത് എന്തിനാണ്? കോപ്റ്റിക് വംശത്തിൽപ്പെട്ട ഒരാളെ കൊന്നിട്ടാണ്, അബദ്ധത്തിൽ കൊന്നുപോയിട്ടാണ്. എന്നിട്ട് 9 or 10 വർഷം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ സീനാ പർവ്വതത്തിൽ വെച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല തിരിച്ച് ഈജിപ്തിലേക്കാണോ എന്നറിയില്ല. സീനാ പർവ്വതത്തിൽ വെച്ച് അള്ളാഹു പറയാണ് മൂസാ നബിയോട്, മൂസാ അങ്ങ് ഈജിപ്തിലേക്ക് പോകണം. എവിടേക്കാണ് പോകേണ്ടത്? ആരെ പേടിച്ചിട്ടാണോ ഈജിപ്തിൽ നിന്ന് പലായനം ചെയ്തത് അയാളുടെ അടുത്തേക്ക് തന്നെ പോകണം, ആ കൊട്ടാരത്തിലേക്ക് തന്നെ പോകണം. എന്നിട്ട് എന്താ പറയേണ്ടത്? എന്നെ കുറിച്ച് പറയണം, എന്റെ മഹത്വത്തെക്കുറിച്ച് പറയണം, എന്റെ കുദ്റത്തിനെ കുറിച്ച് പറയണം. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, പടച്ചോനെ എനിക്ക് പേടിയുണ്ട്, എനിക്ക് ബേജാറുണ്ട്, അവരെന്നെ ആക്രമിക്കാൻ സാധ്യതയുണ്ട്, അവരെന്നെ കൊല്ലാൻ സാധ്യതയുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഒന്നും സംഭവിക്കൂല, ഞാൻ നിന്റെ കൂടെ ഉണ്ട്. മൂസാ നബി ഏറ്റെടുത്തു. എന്നിട്ട് പ്രാർത്ഥിച്ചു അല്ലാഹുവിനോട്, റബ്ബിശ്റഹ് ലീ സുദ്രി വയസ്സിർ ലീ അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി വജഅൽ ലി വസീറൻ മിൻ അഹ്ലി هارون أخي أشدد به أزري وأشركه في أمري كي نسبحك كثيرا ونذكرك كثيرا إنك كنت بنا بصيرا. അല്ലാഹു എന്റെ നെഞ്ചകം നീ വിശാലമാക്കിച്ച റബ്ബേ, എന്റെ നാവിന്റെ കുടുക്ക് നീ അഴിച്ചുതാ റബ്ബേ, എന്റെ സംസാരം അവർക്ക് മനസ്സിലാകുന്ന രീതിയിലാക്കിത്താ റബ്ബേ, എന്റെ സഹോദരൻ ഹാറൂനിനെ എന്റെ പാർശ്വത്തിൽ നിർത്തിത്താ റബ്ബേ, അവന് കൂടി ഉത്തരവാദിത്തത്തിൽ പങ്കുകൊടുക്ക റബ്ബേ. കൈനുസബ്ബിഹക കസീറാ വനദ്കുറക കസീറാ. ഞങ്ങൾ ഒരുപാട് തസ്ബീഹ് ചെയ്തോളാം, ഞങ്ങൾ ഒരുപാട് ദിക്റുകൾ ചൊല്ലിക്കോളാം. ഇന്നക കുൻത ബിനാ ബസീറാ. നീ ഏൽപ്പിച്ച ഈ ഭാരിച്ച ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് ഈ ലോകത്തിലെ ഏറ്റവും ക്രൂരനായ ഭരണാധികാരിയുടെ കൊട്ടാരത്തിലേക്ക് ഞങ്ങൾ പോകുമ്പോ ഞങ്ങളുടെ ഒരു ധൈര്യം എന്ന് പറയുന്നത് ഇന്നക കുൻത ബിനാ ബസീറാ. നീ ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നു, നീ ഞങ്ങളെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നതാണ്. ഖാലഖദ് ഊതീത സുഅലക യാ മൂസാ. മൂസാ ചോദിച്ചതെല്ലാം അങ്ങയ്ക്ക് തന്നിരിക്കുന്നു. അല്ലാഹുവിന്റെ വർത്താനാണ്. എന്നിട്ട് അല്ലാഹു മൂസാ നബിയെ സമാധാനിപ്പിക്കാൻ എങ്ങനെയാണ് സമാധാനിപ്പിക്കുന്നത്? വലഖദ് മനന്നാ അലൈക മറത്തൻ ഉഖ്റാ. ഇപ്പൊ മാത്രല്ല, മൂസാ നിനക്ക് ചോദിച്ചത് മുഴുവൻ ഞാൻ തന്നിരിക്കുന്നു. ഇപ്പൊ മാത്രമല്ല, നീ ഒന്നും അറിയാത്തൊരു കാലത്ത്
നീ കണ്ണു തുറന്ന് ലോകം കണ്ടിട്ടില്ലാത്തൊരു കാലത്ത്, നിനക്ക് സംസാരിക്കാൻ അറിയാത്തൊരു കാലത്ത്, നീ നടക്കാൻ അറിയാത്തൊരു കാലത്ത്, മറ്റൊരു സമയത്തും ഞാൻ നിന്നെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്, ഞാൻ നിന്നെ ചേർത്ത് വച്ചിട്ടുണ്ട്. ഫിറഔനിന്റെ കിങ്കരന്മാർ, പടയാളികൾ ഇസ്രായേൽ കുടുംബത്തിൽ ജനിച്ചു വീഴുന്ന ആൺമക്കളെ കൊല്ലുന്നതിന് വേണ്ടി റോന്തു ചുറ്റുന്ന സമയം, നിന്നെ പ്രസവിച്ച നിന്റെ ഉമ്മ എന്ത് ചെയ്യുമെന്നറിയാതെ അങ്കലാപ്പിൽ നിന്നപ്പോ ആ ഉമ്മക്ക് ഞാൻ വഹി നൽകിയിട്ടുണ്ട്, ആ ഉമ്മക്ക് ഞാൻ ബോധനം നൽകിയിട്ടുണ്ട് എന്ത് ചെയ്യണമെന്ന്, എവിടേക്കാണ് നിന്നെ കൊണ്ടുചെന്നാക്കേണ്ടത് എന്ന്. എന്നിട്ട് ആ ഉമ്മ ഭയക്കുന്ന ഫിറഔൻ എന്ന ആ ക്രൂരനായ ഭരണാധികാരിയുടെ കൊട്ടാരത്തിൽ ഞാൻ നിന്നെ എത്തിച്ചിട്ടുണ്ട്. എന്നിട്ട് ആ കൊട്ടാരത്തിന്റെ ചെലവിൽ ഞാൻ നിന്നെ വളർത്തിയിട്ടുണ്ട്, ആ കൊട്ടാരത്തിന്റെ സംരക്ഷണത്തിൽ ഞാൻ നിന്നെ വളർത്തിയിട്ടുണ്ട് മൂസ. വലഖദ് മനന്നാ അലൈക മറത്തൻ ഉഖ്റാ. ഇപ്പൊ നീ ചോദിച്ചിട്ട് ഞാൻ തന്നു, ചോദിക്കാതെയും ഞാൻ നിനക്ക് തന്നിട്ടുണ്ട്. ഇത് മൂസാ നബിയോട് മാത്രമുള്ള വർത്തമാനമല്ല പ്രിയപ്പെട്ടവരെ, എന്നോടും നിങ്ങളോടുമുള്ള വർത്തമാനമാണ്. റബ്ബേ എനിക്ക് കടമുണ്ട്, റബ്ബേ എനിക്ക് പ്രയാസമുണ്ടെന്ന് നാം പറയുമ്പോ അള്ളാഹ്ക്ക് നമ്മളോട് പറയാനുള്ളത് എന്താണെന്നറിയോ? നിനക്ക് ഞാൻ ഇതിന്റെ മുന്നേയും അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. കണ്ണുകൾ ഞാൻ നിനക്ക് തന്നത് നീ അപ്ലിക്കേഷൻ തന്നിട്ടില്ല, കാതുകൾ ഞാൻ നിനക്ക് തന്നത് നീ അപേക്ഷ തന്നിട്ടില്ല, കൈകൾ ഞാൻ നിനക്ക് തന്നത് നീ അപേക്ഷ തന്നിട്ടില്ല, കാലുകളും കൽവും കിഡ്നിയും നിനക്ക് ഞാൻ തന്നത് നീ അപേക്ഷ തന്നിട്ടില്ല. ഹുവല്ലദീ യുസവ്വിറുക്കും ഫിൽ അർഹാമി കൈഫ യശാ. ഈ കായബലമുള്ള നിന്റെ ഈ ശരീരമുണ്ടല്ലോ, ചിന്താശേഷിയുള്ള നിന്റെ ഈ ബുദ്ധിയുണ്ടല്ലോ, മിടിക്കുന്ന നിന്റെ ഈ ഹൃദയമുണ്ടല്ലോ, പ്രവർത്തിക്കുന്ന നിന്റെ ഈ 9 സിസ്റ്റങ്ങളുണ്ടല്ലോ, ഇതെല്ലാം ചോദിക്കാതെ ഞാൻ തന്നതാണ്, അപേക്ഷിക്കാതെ ഞാൻ തന്നതാണ്. നിന്റെ ഉമ്മയുടെ ഗർഭപാത്രത്തിനകത്ത് നീ ഉണ്ടാകുമ്പോ നിനക്ക് വേണ്ടുന്ന പോഷകങ്ങൾ ആ ഉമ്മയുടെ പൊക്കിൽ കൊടിയിലൂടെ തന്നവൻ ഞാനാണ്. നിനക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും സംവിധാനങ്ങളും ആ ഗർഭപാത്രം എന്ന ഏതാനും ചാണുകൾ മാത്രം വരുന്ന ആ ചെറിയ അറകൾക്കുള്ളിൽ നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചവൻ ഞാനാണ്. വലഖദ് മനന്നാ അലൈക മറത്തൻ ഉഖ്റാ. ഓരോ മനുഷ്യരോടും പടച്ചറപ്പിന് പറയാനുള്ളതാണ് പ്രിയപ്പെട്ടവരെ. ജീവിതത്തിൽ നിങ്ങൾ ഒന്നുമല്ലാത്ത കാലത്ത് നിങ്ങളെ ചേർത്ത് വെച്ചവൻ ഞാനാണ്, എല്ലാം നൽകിയവൻ ഞാനാണ്, സംരക്ഷണം നൽകിയവൻ ഞാനാണ്, സ്നേഹം നൽകിയവൻ ഞാനാണ്. ഇനി ജീവിതത്തിൽ എന്ത് വരാനുണ്ടെങ്കിലും എല്ലാം നൽകുന്നവനും ഞാൻ തന്നെയാണ്. ഈ ഒരു സമാധാനത്തിന്റെ സാന്ത്വനത്തിന്റെ വചനം മൂസാ നബിയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് എപ്പോഴാണെന്നറിയോ പ്രിയപ്പെട്ടവരെ? ദഅവത്തിന്റെ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് പോകുമ്പോഴാണ്. ദഅവത്തിന്റെ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് പോകുന്ന മനുഷ്യന്മാരോട് ഇന്നും അല്ലാഹു പറയാനുള്ളത് അത് തന്നെയാണ്. ഇന്നനി മഅകുമാ അസ്മഉ വ അറാ, ഇന്നനി മഅകുമാ അസ്മഉ വ അറാ. ലോകത്താരൊക്കെ ഭരിച്ചാലും, ലോകത്താരൊക്കെ ആധിപത്യം നേടിയാലും അള്ളാഹുവിന്റെ ദഅവത്തിന്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കുന്ന മനുഷ്യന്മാർ അവരോട് അള്ളാഹുവിനോട് പറയാനുള്ളത് ഇന്നനി മഅകുമാ, ഞാൻ നിങ്ങളോടൊപ്പമുണ്ട്, അസ്മഉ വ അറാ, ഞാൻ കാണുകയും കേൾക്കുകയും ചെയ്തിട്ടുണ്ട്. ചരിത്രത്തിന്റെ ഇന്നലകളിൽ എത്രയെത്ര പതനങ്ങളാണ് നമ്മുടെ അൻവർ നഹാ സാഹിബ് പറഞ്ഞതുപോലെ, എത്രയെത്ര പതനങ്ങളാണ് മുസ്ലിം ഉമ്മത്തിന്റെ ജീവിതത്തിൽ കഴിഞ്ഞു പോയിട്ടുള്ളത്. ബഗ്ദാദിലൊക്കെ താർത്താരികൾ, മംഗോളികൾ നടത്തിയ നരനായാട്ടുകളെ കുറിച്ച് വായിക്കുന്നൊരു മനുഷ്യൻ ഇനി ഒരിക്കലും ഈ ഉമ്മത്ത് തിരിച്ചു വരികയില്ല എന്ന് ഉറച്ചു വിശ്വസിച്ചു പോകും. പക്ഷേ പ്രിയപ്പെട്ടവരെ, ചാരത്തിൽ നിന്ന് ഉയർന്നു പറക്കുന്ന ഫീനിക്സ് പക്ഷിയെ പോലെ എല്ലാം തകർന്നെടുത്ത് നിന്ന് ഈ ഉമ്മത്ത് വീണ്ടും വീണ്ടും ഉയർന്ന് പറന്നിട്ടുണ്ട്. ആര് കാരണം എന്നറിയോ? ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന വചനം നെഞ്ചിലെട്ടിയിട്ട് പരിശുദ്ധ ഖുർആൻ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ട് പ്രബോധനത്തിന്റെ മാർഗത്തിലേക്ക് ഇറങ്ങിയ മനുഷ്യരിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉമ്മത്തിന് മോചനം നൽകിയിട്ടുണ്ട്. നിങ്ങൾക്കറിയോ, ആദ്യമായി മംഗോളികൾ പരാജയപ്പെടുന്നത് അയ്യൂബികളുമായുള്ള യുദ്ധത്തിലാണ്. അയ്യൂബികളുടെ ചരിത്രം വായിച്ചാൽ നമുക്ക് മനസ്സിലാകും. മഹാനായ ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹം അയ്യൂബികളുടെ ഒരുമിച്ച് ചേർന്ന് മംഗോളികൾക്കെതിരെ, താർത്താരികൾക്കെതിരെ യുദ്ധം, ഒരു പണ്ഡിതൻ, അന്നത്തെ ലോകം മുഴുവൻ അംഗീകരിക്കുകയും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു പണ്ഡിതൻ, ആ പണ്ഡിതൻ താർത്താരികൾക്കെതിരെ മുസ്ലിങ്ങൾ നടത്തിയ യുദ്ധത്തിന്റെ കൂടെ നിന്നിട്ട് യുദ്ധം ചെയ്തിട്ടുണ്ട്. യുദ്ധമുഖത്ത് പോയിട്ടുണ്ട്, യുദ്ധമുഖത്ത് പോയി യുദ്ധം ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ദഅവത്തും അദ്ദേഹത്തിന്റെ പ്രവർത്തനവും പ്രിയപ്പെട്ടവരെ മുസ്ലിം ഉമ്മത്തിന് നഷ്ടപ്പെട്ട ഇസ്സത്തും ആത്മവിശ്വാസം തിരിച്ചു കൊടുത്തു. ഇനിയും അങ്ങനെ തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. സ്വത്വബോധത്തോടുകൂടി മടിയില്ലാതെ വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹി വഅമില സോലാ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. അല്ലാഹുവിൽ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ഞാനൊരു മുസ്ലിമാണെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യനേക്കാൾ നന്മ പറഞ്ഞവൻ മറ്റാരാണുള്ളത് എന്ന് പരിശുദ്ധ ഖുർആൻ ചോദിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദഅവത്ത്, ഈ പരിശുദ്ധ ഖുർആൻ
അതിന്റെ പ്രചാരകരാവുക എന്ന ഉത്തരവാദിത്വം ഈ പരിശുദ്ധ റമദാൻ നമുക്കുണ്ട്. ഈ സെന്റർ അടക്കം ഹിസീസിലുള്ള അൽക്കൂസിലുള്ള അൽമനാർ സെന്റർ ആയാലും ഈ സെന്ററുകളൊക്കെ പ്രവർത്തിക്കുന്നത് ആ ഒരു ദൗത്യത്തിന് വേണ്ടിയിട്ടാണ് പ്രിയപ്പെട്ടവരെ. പരിശുദ്ധ ഖുർആനിന്റെ പ്രചാരണത്തിന് വേണ്ടി, പരിശുദ്ധ ഖുർആനിന്റെ പ്രബോധനത്തിന് വേണ്ടി. മദീന പള്ളിയുടെ ഓരത്ത് കിടക്കുന്ന ബഖീഉൽ ഖർഖദിലേക്ക് നിങ്ങൾ പോയാൽ അവിടെ 10,000-ൽ താഴെ ഖബറുകൾ മാത്രം നിങ്ങൾക്ക് കാണാൻ കഴിയുള്ളൂ. അല്ലാഹുവിന്റെ റസൂലിന്റെ ഹജ്ജത്തുൽ വദാഇലെ പ്രസംഗം കേട്ടിട്ട് ലോകത്തിന്റെ അഷ്ടദിക്കുകളിലേക്കും പുറപ്പെട്ടവരാണ് ബാക്കിയുള്ള സഹാബത്ത് മുഴുവൻ. കഴിഞ്ഞ മാസമാണ് ലക്ഷദ്വീപിൽ വെളിച്ചത്തിന്റെ പ്രോഗ്രാം ഉണ്ടായത്. വെളിച്ചത്തിന്റെ പ്രോഗ്രാം അവിടെ കപ്പലിറങ്ങിയിട്ട് വെസലിറങ്ങിയിട്ട് അവിടുന്ന് നടന്ന് അക്കോമഡേഷനിലേക്ക് പോകുമ്പോ ചെറിയ റോഡാണ്, വളരെ ലക്ഷദ്വീപിൽ പോയവർക്കറിയാം. അതിലേ നടന്നു പോകുമ്പോ ഒരു സൈഡിലുള്ള ഒരു പഴയ പള്ളി കാണിച്ചിട്ട് അവിടുത്തെ ആളുകൾ പറഞ്ഞു 1000കണക്കിന് കൊല്ലം പഴക്കുണ്ട്. എവിടെയാണത്? ലക്ഷദ്വീപിലാണ്. ലക്ഷദ്വീപിലേക്ക് വിമാനം ഇങ്ങനെ ഇറങ്ങുമ്പോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ കടലിന്റെ 4 ഭാഗത്തും അനന്തമായി പരന്നു കിടക്കുന്ന കടലിന്റെ നടുവിലുള്ള ചെറിയ ചെറിയ തുരുത്തുകൾ, എഞ്ചിൻ ബോട്ടുകളും കപ്പലുകളും ഇല്ലാത്ത ആ കാലത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ അനുയായികൾ, അവരുടെ അനുയായികൾ പായക്കപ്പലുകളിൽ കയറി നടുക്കടലിലെ ഈ തുരുത്തിൽ പോലും എത്തി അല്ലാഹുവിന്റെ ദീന് പറയാൻ, പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കാൻ. അങ്ങനെയാണ് അവിടെ മുസ്ലിങ്ങൾ ഉണ്ടായത്, അങ്ങനെയാണ് അവിടെ ഖുർആൻ എത്തിയത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ റമദാൻ മാസത്തിൽ അല്ലാഹുവുമായി ബന്ധമുണ്ടാക്കുക, തൗബ ചെയ്യുക, പരിശുദ്ധ ഖുർആൻ നെഞ്ചിലേറ്റുക. ആ പരിശുദ്ധ ഖുർആൻ നെഞ്ചിലേറ്റി അതിന്റെ പ്രവർത്തനത്തിന് വേണ്ടി ശക്തമായി ഇറങ്ങുക. അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് പ്രിയപ്പെട്ടവരെ, 2056 ആകുമ്പോഴേക്ക് ഇൻഷാ അല്ലാഹ് 40-ലധികം രാജ്യങ്ങളിൽ 40-ലധികം രാജ്യം ഉൾക്കൊള്ളുന്ന ആ ഒരു ചെയിൻ ഓഫ് കൺട്രീസിൽ കൃത്യമായൊരു ദാവ, ഗ്ലോബൽ ദാവ നെറ്റ്വർക്ക് ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ഞങ്ങളൊരു സ്ഥാപനം കണ്ണൂർ ജില്ലയിൽ തുടങ്ങിയിട്ടുണ്ട്. ഇതിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ, ലോകത്തെല്ലാ രാഷ്ട്രങ്ങളിലും വ്യാപിക്കുന്ന ഒരു ദാവ നെറ്റ്വർക്ക് ഉണ്ടാക്കുക എന്നതാണ്. 7 ഘട്ടങ്ങളാണ് അതിനുള്ളത്. ആ 7 ഘട്ടങ്ങളിൽ ഒന്നാമത്തെ ഘട്ടം എന്നോണം ഒന്നാമത്തെ സ്ഥാപനം ഉണ്ടാക്കി. ആ സ്ഥാപനത്തിലുള്ള കുട്ടികൾ ഇൻഷാ അല്ലാഹ് 8 രാജ്യങ്ങളിലേക്ക്, അവരുടെ +2 കഴിഞ്ഞാൽ 8 രാജ്യങ്ങളിലേക്ക് ഇൻഷാ അല്ലാഹ്, അല്ലാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ, ഞങ്ങൾ ഉദ്ദേശിച്ചതുപോലെ കാര്യം നടക്കുകയാണെങ്കിൽ +2 കഴിഞ്ഞാൽ ഹയർ സ്റ്റഡീസിന് വേണ്ടിയിട്ടും അതുപോലെ പുതിയൊരു ദഅവ മൂവ്മെന്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടും 8 രാജ്യങ്ങളിലേക്ക് പുറപ്പെടും. അതിന്റെ തൊട്ടടുത്ത രാജ്യങ്ങൾ 9ഓളം രാഷ്ട്രങ്ങൾ വരുന്നുണ്ട്. ഇസ്ലാമിക ദഅവത്ത് ഏറ്റവും ആവശ്യമായിട്ടുള്ള 40-ലധികം വരുന്ന രാജ്യങ്ങളിൽ മുഴുവൻ ഇൻഷാ അല്ലാഹ് 2086 ആകുമ്പോഴേക്ക് കൃത്യമായ ഒരു സ്ട്രോങ് ദഅവ നെറ്റ്വർക്ക് ഉണ്ടാക്കുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതിനുവേണ്ടി ആ കുട്ടികളുടെ ഒരു അക്കാഡമിക് ഫ്രെയിംവർക്ക് എന്ന് പറയുന്നത് ആദ്യമായി അല്ലാഹുവിന്റെ കലാം പൂർണ്ണമായി മനഃപ്പാടമാക്കുക എന്നതാണ്. നേരത്തെ പറഞ്ഞതുപോലെ കലാം മനഃപ്പാടമാക്കുക എന്നത് മാത്രമല്ല, ആ കലാമിന്റെ അർത്ഥം മനസ്സിലാക്കി, ആത്മാവ് മനസ്സിലാക്കി, ആഴം മനസ്സിലാക്കി അതിനെ മനഃപ്പാടമാക്കുക എന്നതാണ്. അത് അൽഹംദുലില്ലാഹ് ചെയ്യുന്നുണ്ട്. രണ്ടാമതായി ആ കുട്ടികൾ ഖുർആൻ മാത്രമല്ല അല്ലാഹുവിന്റെ പ്രവാചകന്റെ ഹദീസും മനഃപ്പാടാക്കുന്നുണ്ട്. അവർ ഈ പഠനം 5 വർഷത്തെ കോഴ്സാണ്. SSLC വരെയാണ് ഞങ്ങളുടെ കൂടെ ഉണ്ടാവുക. അത് കഴിയുമ്പോഴേക്ക് ഇൻഷാ അല്ലാഹ് 5 ഹദീസ് ഗ്രന്ഥങ്ങൾ മുഴുവൻ മനഃപ്പാടാക്കും. ഇപ്പൊ അവര് ഹിഫ്ളാക്കിക്കൊണ്ടിരിക്കുന്നത് 40 നബവിയ. എന്റെ മുന്നിലിരിക്കുന്ന പണ്ഡിതന്മാർക്കറിയാം, വലിയ ഹദീസുകളുള്ള, അത്യാവശ്യം ഒരു പേജൊക്കെ മുഴുവൻ വരുന്ന ഹദീസുകളുള്ള ഗ്രന്ഥാണ്. ആ കുട്ടികൾ ഏകദേശം അതിന്റെ 32 ഹദീസുകൾ പഠിച്ചു കഴിഞ്ഞു. ഇനി 8 ഹദീസ് മാത്രമേ ബാക്കിയുള്ളൂ. 40 നബവിയ മുഴുവനായിട്ടും അവര് ഹിഫ്ളാക്കാൻ 1 മാസം 2 മാസം കൊണ്ട് മുഴുവൻ 40 നബവിയ ഹിഫ്ളാക്കും. അതിന്റെ തഖ്രീജ് അടക്കം, അതിന്റെ അർത്ഥമടക്കം അവർ കൃത്യമായി പഠിക്കാണ്. അൽഹംദുലില്ലാഹ്. ഒരു കിതാബ് പഠിച്ചു കഴിഞ്ഞു, ഇത് രണ്ടാമത്താണ്. മൂന്നാമത്തേത് ഇസ്ലാമിനെതിരെ വരുന്ന വിമർശനങ്ങൾക്ക് മറുപടി പറയാനുള്ള 5 വർഷം നീളുന്ന ഒരു ഇന്റൻസീവ് ട്രെയിനിങ് ആണ്. ഇസ്ലാമിനെതിരെ വരുന്ന ഏത് വിമർശനങ്ങൾക്കും കൃത്യമായി മറുപടി പറയാൻ ഈ 5 വർഷം കഴിയുമ്പോഴേക്ക് അവര് പ്രാപ്തരാകും ഇൻഷാ അല്ലാഹ്. അതിനു വേണ്ടിയുള്ള സംവിധാനങ്ങളും കോഴ്സുകളും അധ്യാപകരും എല്ലാം അവിടെ റെഡിയാണ്. ഈ ദഅവത്ത് അവർ നടത്തുക 5 ഭാഷകളിലായിരിക്കും. 4 കമ്പൾസറി ലാംഗ്വേജ് ഉണ്ടാവും: ഇംഗ്ലീഷ്, അറബി, ഉറുദു, ഹിന്ദി. അതിന്റെ പുറമെ ഒരു വേൾഡ് ഭാഷ, അതായത് 8 രാഷ്ട്രങ്ങൾ എന്ന് പറഞ്ഞല്ലോ, ഈ 8 രാഷ്ട്രങ്ങൾക്ക് വേണ്ടി 8 രാഷ്ട്രങ്ങൾ ഇൻഷാ അല്ലാഹ്. ഈ പ്രോജക്റ്റിനെ കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുള്ള ആളുകൾക്ക് എന്നെ സമീപിക്കാവുന്നതാണ്. അപ്പം ഈ 8 രാജ്യങ്ങളുടെ ഭാഷ ഓരോ ഗ്രൂപ്പുകൾ പഠിക്കും, 5 ഗ്രൂപ്പുകൾ പഠിക്കും. അങ്ങനെ +1 +2 കഴിഞ്ഞാൽ അവർ ഈ രാജ്യങ്ങളിലേക്ക്. ഇതാണ് ഞങ്ങളുടെ പദ്ധതി, പ്രോജക്റ്റ്. പ്രിയപ്പെട്ടവരെ, ഇത് ഈ ഒരു പദ്ധതിയിലേക്ക് ഞങ്ങൾ കുട്ടികളെ തെരഞ്ഞെടുത്തപ്പോ ഏകദേശം 500 മുതൽ 600 വരെയുള്ള കുട്ടികളിൽ നിന്നാണ് വളരെ ടാലന്റഡ് ആയ, വളരെ പ്രോമിസിംഗ് ആയ, വളരെ ബ്രില്യന്റ് ആയ 40 കുട്ടികളെ നമ്മൾ തെരഞ്ഞെടുത്തത്. അൽഹംദുലില്ലാഹ്. ഇതിൽ പല ആളുകളും ആ കുട്ടികളുടെ
പ്രസന്റേഷനും കാര്യങ്ങളൊക്കെ കാണുന്നവരാണ്. നമ്മുടെ കടസ്ഥ അടക്കം നമ്മുടെ പല നേതാക്കളും ഒരു പ്രസന്റേഷൻ കാണുന്നവരാണ്. പലപ്പോഴും അതിനെ അഭിനന്ദനം അറിയിക്കുന്നവരാണ്. അൽഹംദുലില്ലാഹ് വളരെ നല്ല രീതിയിൽ അവർ മുന്നേറുന്നുണ്ട്. അപ്പോൾ ഈ കുട്ടികളെ ഞങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ മുന്നിൽ വെച്ച ഒരേ ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ടാലന്റാണ്. ടാലന്റായ കുട്ടികളെ തിരഞ്ഞെടുക്കുക അറ്റ് എനി കോസ്റ്റ്. അപ്പം അങ്ങനെ തിരഞ്ഞെടുത്തപ്പോൾ അതിൽ വളരെ പാവപ്പെട്ട, വളരെ സാമ്പത്തികമായി താഴെക്കടയിൽ നിൽക്കുന്ന ഒരുപാട് കുട്ടികളെ ഞങ്ങൾക്ക് അതിൽ തിരഞ്ഞെടുക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്ക് നമ്മുടെ സപ്പോർട്ട് ആവശ്യമാണ്. എന്തായാലും അവർ പ്രോമിസിംഗ് ആണ്. നാളെ മുസ്ലിം ഉമ്മത്തിന്റെ ഉന്നമനത്തിന് ഒരു പക്ഷേ ആ മക്കൾ കാരണമായേക്കാം. തുടർന്ന് വരുന്ന സ്ഥാപനങ്ങളിൽ വരുന്ന മക്കൾ കാരണമായേക്കാം. അതുകൊണ്ട് നിങ്ങളുടെ ഭാഗത്തുനിന്ന് അതിനുള്ള ഒരു പിന്തുണ ഉണ്ടാവണം. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഐച്ഛിക ദാനത്തിൽ നിന്നോ നിർബന്ധിത ദാനത്തിൽ നിന്നോ എങ്ങനെയാണോ നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് ആ രീതിയിൽ നിങ്ങൾക്ക് അതിനെ സഹായിക്കാവുന്നതാണ്. കൂടുതൽ ഡീറ്റെയിൽസ് ഇവിടെ പറയരുതെന്ന് പറഞ്ഞുകൊണ്ട് അത് അധികം വിശദീകരിക്കുന്നില്ല. അപ്പോൾ ഞാനിവിടെ ഉണ്ട്. ഇവിടെ സെന്ററുമായി ബന്ധപ്പെട്ട എന്റെ കോൺടാക്ട് നമ്പർ നിങ്ങൾക്ക് കിട്ടും ഇൻഷാ അല്ലാഹ്. കൂടുതൽ ഈ പ്രോജക്റ്റിനെ കുറിച്ച് കൂടുതൽ അറിയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കൂടുതൽ ഇൻഷാ അല്ലാഹ് നമുക്ക് ഇരുന്ന് സംസാരിക്കാവുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് അറിയുന്ന ആളുകളുണ്ടെങ്കിൽ അവരോട് ഈ പ്രോജക്റ്റിനെ കുറിച്ച്, ഈ ഒരു പദ്ധതിയെക്കുറിച്ച് നിങ്ങൾ വിശദീകരിച്ചു കൊടുക്കുക, അറിയിച്ചു കൊടുക്കുക. നല്ല പിന്തുണയില്ലാതെ ഇതുമായി മുന്നോട്ടു പോകാൻ സാധിക്കില്ല. അള്ളാഹുവിന്റെ പേരിൽ ആവശ്യപ്പെടുകയാണ്, അള്ളാഹുവിന്റെ പേരിൽ അപേക്ഷിക്കുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ഓരോ ഉദ്യമങ്ങളും ഏറ്റവും നല്ല രീതിയിൽ പൂർത്തിയാക്കുമാറാകട്ടെ. ഈ പരിശുദ്ധ ഇസ്ലാമിനെ, ഈ അള്ളാഹുവിന്റെ കലാമിനെ, അള്ളാഹുവിന്റെ കലിമത്തിനെ ലോകത്ത് ഉന്നതിയിലെത്തിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. തൗഹീദുള്ള ഒരു ജനതയ്ക്ക് ഈ ലോകത്തിന്റെ ആധിപത്യം അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുകയും ചെയ്യട്ടെ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ حسنة وفي الآخرة حسنة وقنا عذاب النار وآخر دعوانا الحمد لله رب العالمين.